നാരായണ. 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 ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദ അമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. തൃതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. 30-ാം ശ്ലോകം വരെ അല്ലേ? 30-ാം ശ്ലോകം വരെ എടുത്തു പോകണം. 51 ശ്ലോകങ്ങളാണ് ഉള്ളത് ആ അധ്യായത്തിൽ. വിതുര മൈത്രേയ സംവാദം ആരംഭിച്ചതാണ് ഈ അധ്യായത്തിൽ. ആദ്യത്തെ 16 ശ്ലോകങ്ങൾ വിതുരൻ്റെ ചോദ്യാവലി അവതരിപ്പിച്ചു. പിന്നീട് 18-ാം ശ്ലോകം മുതൽക്ക് മൈത്രേയ മഹർഷി മറുപടി പറയാൻ ആരംഭിച്ചു. ആദ്യം വിതുരരെ പ്രശംസിച്ചു. അതിനുശേഷം വിഷയത്തിലേക്ക് വന്നു. വിതുരരുടെ സൃഷ്ടിയെ സംബന്ധിച്ചതായിട്ടുള്ള ചോദ്യത്തിന് മൈത്രേയ മഹർഷി വിശദമായി ഉത്തരം പറയുന്ന ഭാഗമാണ് ആദ്യ ഭാഗം. നമ്മൾ 17-ാം ശ്ലോകം മുതൽക്ക് പാരായണം ചെയ്തിട്ട് നോക്കാം. തൃതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകം മുതൽക്ക് പാരായണം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 5-മോऽധ്യായഃ. ശ്രീശുക ഉവാച. स एवं भगवान् पृष्टः क्षत्रा कौशारविर्मुनिः पुंसां निःश्रेयसार्थेन तमाह बहुमानयन्. मैत्रेय उवाच. साधु पृष्टं त्वया साधो लोकान् साध्वनुगृह्णता कीर्तिं वितन्वता लोके आत्मनो अदोक्षजात्मनः. नैदच्चित्रं त्वयि क्षत्तः बादरायण वीर्यजे गृहीतो अनन्यभावेन यत्त्वया हरिरीश्वरः. माण्डव्यशापात् भगवान् प्रजा संयमनो यमः भ्रातुः क्षेत्रे भुजिष्यायां जातः सत्यवती सुतात्. भवान् भगवतो नित्यं सम्मतः सानुगस्य च यस्य ज्ञानोपदेशाय मादिशद्भगवान् व्रजन्. अद ते भगवल्लीला योगमायो बबृंहिताः विश्वस्तित्युल्भवान्दार्ताः वर्णयाम्यनुपूर्वशः. भगवान् एक आसेदम् अग्र आत्मात्मनां विभुः आत्मेच्छानुगतौ आत्मा अनानामत्युपलक्षणः. स वा एष तदा द्रष्टा नापश्यदृश्यमेकराड् मेने असन्तमिवात्मानं सुप्तशक्तिरसुप्तदृक्. सा वायेदस्य संद्रष्टुः शक्तिः सतसदात्मिका माया नाम महाभाग ययेदं निर्ममे विभुः.
കാലവൃത്യാതു മായായാം ഗുണമയ്യാമദോക്ഷജഃ പുരുഷേണാത്മഭൂതേന വീര്യമാധത്ത വീര്യവാൻ തതോ ഭവൻ മഹത്തത്വം അവ്യക്താത് കാലചോദിതാത് വിജ്ഞാനാത്മാത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജന്തമോനുദഃ സോപ്യംശഗുണകാലാത്മാ ഭഗവൽ ദൃഷ്ടിഗോചരഃ ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ സിസൃക്ഷയാ മഹത്തത്വാദ് വികുർവാണാദഹം തത്വം വ്യജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയമനോമയഃ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹം തത്വാദ് വികുർവാണാത്മനോ വൈകാരികാദഭൂത വൈകാരികാശ്ച യേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യതഃ തൈജസാനീന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിഃ യതഖം ലിംഗമാത്മനഃ കാലമായാംശയോഗേന ഭഗവദ്വീക്ഷിതം നഭഃ നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം അനിലോപി വികുർവാണോ നഭസോരുബലാന്വിതഃ സസർജരൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം അനിലേനാന്വിതം ജ്യോതിഃ വികുർവത് പരവീക്ഷിതം ആദത്താംബോരസമയം കാലമായാംസയോഗതഃ ജ്യോതിഷാംബോനു സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണാമാദാത് കാലമായാംസയോഗതഃ ഭൂതാനാം നഭാദീനാം യദ്യത് ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ ഏതേ ദേവാ കലാ വിഷ്ണോഃ കാലമായാംശലിംഗിനഃ നാനാത്വാത് സ്വക്രിയാനീശാഃ പ്രോചുഃ പ്രാഞ്ജലയോ വിഭും ദേവാഊജുഃ നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാദപത്രം യന്മൂലകേതായതയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുക്ഷിപന്തി ദാദർയദസ്മിൻ ഭവ ഈശ ജീവാഃ താപത്രയേണോപഹതാ ന ശർമ്മ ആത്മൻ ലഭന്തെ ഭഗവന്തവാംഗ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈർ ഋഷയോ വിവിക്തേ യസ്യാഗമർഷോദ സരിദ്വരായാഃ പദം പദം തീർത്ഥപദഃ പ്രപന്നാഃ യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാഃ വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തെ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം യൽസാനുബന്ധേ അസതി ദേഹഗേഹേ മമാഹമിത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം താൻ വൈ ഹസദ്വൃത്തിഭിരക്ഷിഭിര്യേ പരാഹൃതാന്തർമനസഃ പരേശ അധോ ന പശ്യന്ത്യുരുഗായ നൂനം യേ തേ പദന്യാസവിലാസലക്ഷ്മ്യാഃ പാനേന തേ ദേവ കഥാ സുധായാഃ പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യ ബോധം യദാഞ്ചസാന്വീയുരകുണ്ഡധിഷ്ണ്യം തദാ പരേ ചാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വമേവ ധീരാഃ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാദ് നതു സേവയാ തേ തത്തേ വയം ലോകസിസൃക്ഷയാദ്യ ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മ സർവേ വിയുക്താഃ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തൽപ്രതിഹർത്തവേതേ യാവത് ബലിം തേ അജഹരാമ കാലേ യദാ വയം ചാന്നമദാമ യത്ര യദോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്ത്വന്നമദന്ത്യനൂഹാഃ ത്വം ന സുരാണാമസി സാന്വയാനാം കൂടസ്ഥ ആദ്യഃ പുരുഷഃ പുരാണഃ ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനൗ രേതസ്ത്വജായാം കവിമാദദേ അജഃ തതോ വയം സൽപ്രമുഖായതർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സ്വചക്ഷു പരിദേഹി ശക്ത്യാ ദേവ ക്രിയാർത്ഥേ യദനുഗ്രഹാണാം
ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിദുരോദ്ധവ സംവാദേ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ നാരായണായ. നാരായണ. ഇപ്പൊ വിതുര മൈത്രേയ സംവാദം ആരംഭിച്ചതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 16 ശ്ലോകം വരെ വിതുരർ കുറേ കാര്യങ്ങൾ ചോദ്യം ചെയ്തു. പ്രധാനമായും ഭഗവാന്റെ അവതാര ലീലകൾ തന്നെയാണ്. അതിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതും പെടും. ഭഗവാന്റെ ലീലകൾ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. അതിൽ സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ മറ്റ് അനേക അവതാരങ്ങൾ. അപ്പോൾ ത്രിമൂർത്തികളായി അവതരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നു. അതിൽ തന്നെ സ്ഥിതിയുടെ ആവശ്യത്തിനായിക്കൊണ്ട് ആ സ്ഥിതിയുടെ ദേവനായിട്ടുള്ള വിഷ്ണു തന്നെ അനേക അവതാരങ്ങളെ ധരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദ്യം ചെയ്തത്. അതിന് മൈത്രേയ മഹർഷി ആദ്യത്തെ ഒരു 4-5 ശ്ലോകങ്ങളെ കൊണ്ട് വിതുരനെ പ്രശംസിച്ചു. അങ്ങ് ലോകങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിലൂടെ ചെയ്തത്. അങ്ങയുടെ കീർത്തിയും ഇതിലൂടെ വർദ്ധിച്ചു വരും. ഭഗവാനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ സംവാദം ഉണ്ടല്ലോ, അത് ലോകം എന്നും ഏറ്റെടുക്കും. അതിലൂടെ അങ്ങയുടെ യശസ്സും ലോകം മുഴുവൻ പ്രശസ്തമാകും. ഇനി ആ വ്യാസന്റെ വീര്യത്തിൽ നിന്ന് ജനിച്ച അങ്ങയ്ക്ക് അങ്ങ് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലേ ആശ്ചര്യമുള്ളൂ. ഭഗവാനെ അനന്യഭാവത്തിൽ സ്വീകരിച്ച ആളുമാണ് അങ്ങ്. അങ്ങ് പൂർവ ജന്മത്തിൽ യമനായിരുന്നു. മാണ്ഡവ്യന്റെ ശാപം കൊണ്ടാണ് ഇവിടെ സത്യവതി പുത്രനായ വ്യാസന് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രന്റെ ഭാര്യയുടെ ദാസിയിൽ പുത്രനായിട്ട് ജനിച്ചത്. അങ്ങ് ഭഗവാന് എപ്പോഴും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ദേഹം ഉപേക്ഷിക്കാൻ കാലത്ത് അങ്ങേക്ക് ജ്ഞാനം ഉപദേശിക്കാൻ എന്നോട് പ്രത്യേകമായി പറഞ്ഞതും. അതുകൊണ്ട് ഭഗവാന്റെ യോഗമായ കൊണ്ട് വർദ്ധിച്ചതായിരിക്കുന്ന ലീലകളെ, വിശ്വത്തിൻ്റെ സ്ഥിതിയും ഉത്ഭവവും അന്തവും ആകുന്ന പ്രയോജനത്തോടുകൂടിയ ലീലകളെ അനുപൂർവശഃ വർണ്ണയാമി, ഞാൻ ക്രമത്തിൽ അങ്ങേക്ക് വർണ്ണിച്ചു തരാം എന്നിങ്ങനെ ആമുഖമായി പറഞ്ഞതിന് ശേഷം സൃഷ്ടിയെക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ സൃഷ്ടിയുടെ പൂർവാവസ്ഥയെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇവിടെ ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഭഗവാൻ ഒഴികെ. ഭഗവാൻ ഏക ആസയിതം അഗ്രേ ആത്മാ ആത്മനാം വിഭുഹു. തനിക്ക് താൻ തന്നെ വിഭുവായിക്കൊണ്ട് വേറൊരാളില്ലാതെ, രണ്ടാമതൊരാളില്ലാതെ ഭഗവാൻ മാത്രമാണ് ആദിയിലുണ്ടായിരുന്നത്. ആ ഭഗവാൻ തന്നെ തൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് വേറൊന്നും കാണാതിരുന്നപ്പോൾ ന അപശ്യത് ദൃശ്യമായിട്ട് ഒന്നും കാണാതിരുന്നപ്പോൾ ആ ഏകരാടായിരുന്ന ദ്രഷ്ട മേനെ അസന്തമിവാത്മാനം, ഒന്നുമില്ലല്ലോ ഇവിടെ എന്ന് തോന്നിയിട്ട് തൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ശക്തികളെ അദ്ദേഹം സങ്കല്പിച്ചു. അസുപ്ത ദൃക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തികൾ ഉറങ്ങുന്നില്ല, അദ്ദേഹത്തിൻ്റെ സാക്ഷിത്വം നശിക്കുന്നില്ല, ശക്തികൾ മാത്രമാണ് സുപ്തം. അങ്ങനെയുള്ള സുപ്തശക്തികളെ അദ്ദേഹം സങ്കല്പിച്ചു. അങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി അഥവാ നാനാത്വത്തിനായിക്കൊണ്ട് ആ ഭഗവാൻ തന്നെ തൻ്റെ തന്നെ സദസദാത്മികാ ശക്തി, സത്വം അസത്വമായിരിക്കുന്നതായിട്ടുള്ള മായ എന്നതായിട്ടുള്ള ശക്തിയെ ഭഗവാൻ വിജൃംഭിപ്പിച്ചു.
യയേദം നിർമ്മമേ വിഭു. ഏതൊരു മായയെ കൊണ്ടാണോ ഈ പ്രപഞ്ചത്തെ ഭഗവാൻ നിർമ്മിച്ചത്, ആ മായാശക്തിയെ വെളിപ്പെടുത്തി ഭഗവാൻ. തൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്ന മായയെ ഒന്ന് വിജൃംഭിപ്പിച്ചു, പ്രകടീകരിച്ചു എന്നർത്ഥം. നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അനേക ശക്തികൾ ലയിച്ച് കിടക്കുന്നുണ്ട്. നമ്മൾ ഓരോ സന്ദർഭം വരുമ്പോഴാണ് ആ ശക്തികളൊക്കെ പുറത്തെടുക്കുന്നത്, അല്ലേ? ഒരു ചിത്രകാരൻ എപ്പോഴും ചിത്രം വരച്ചുകൊണ്ട് നടക്കുന്നില്ല. അദ്ദേഹത്തിന് സന്ദർഭം കിട്ടുമ്പോഴാണ് അദ്ദേഹം ചിത്രം വരയ്ക്കുന്നത്. ഒരു പാട്ടുകാരൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നില്ല. അദ്ദേഹത്തിനെ ഒരു പാട്ടുകാരനാണെന്ന് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. സന്ദർഭം കൊടുത്താൽ അദ്ദേഹം പാടി തെളിയിക്കും താനൊരു പാട്ടുകാരനാണെന്ന്. ഒരു കായിക താരം എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടോ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടോ ഓടിക്കൊണ്ടോ അല്ല ഇരിക്കുന്നത്. അവസരം കൊടുത്താൽ അദ്ദേഹം അത് തെളിയിച്ച് കാണിച്ചു തരും തൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന്. ഒരു കവി അദ്ദേഹത്തിനുള്ള കവിത്വം അവസരം കിട്ടുമ്പോഴാണ് പ്രകടിപ്പിക്കുക. അതുപോലെ ഓരോരുത്തരും, ഓരോ ശക്തിയുള്ളവരും ഓരോ മഹത്വമുള്ളവരും അവരുടെ ശക്തി നമുക്ക് പുറത്ത് പ്രകടമായി കാണുകയില്ല. അത് അവരുടെ ഉള്ളിൽ അന്തർഭവിച്ചിരിക്കുന്നു. സന്ദർഭം വരുമ്പോൾ അവരത് പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ പ്രളയകാലത്ത് ഈ ശക്തികളെല്ലാം ഭഗവാനിൽ അന്തർഭവിച്ചിരിക്കുകയായിരുന്നു. ഒന്നും പ്രകടമായിരുന്നില്ല. എന്നാൽ ഭഗവാൻ സങ്കല്പിക്കുമ്പോഴോ തൻ്റെ തന്നെ ശക്തിയായ മായയെ ഭഗവാൻ ഉണർത്തുന്നു. ആ മായയുടെ തന്നെ ശക്തി തന്നെയാണ് കാലം. ആ കാലം കൊണ്ട് ഭഗവാൻ മായയിൽ വീര്യത്തെ ആദാനം ചെയ്തു. തൻ്റെ തന്നെ ശക്തിയെ മായയ്ക്ക് പ്രദാനം ചെയ്തു. മായ സ്വയം സൃഷ്ടി ചെയ്യാൻ ശക്തയല്ല. അപ്പൊ താൻ തന്നെ അതിലേക്ക് സാന്നിധ്യമായി തൻ്റെ അനുഗ്രഹം കൊടുത്തു. തൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ മായയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ബൾബ് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, ഇലക്ട്രിസിറ്റിയും കൂടി ഉണ്ടാകുമ്പോഴാണ് പ്രകാശം ഉണ്ടാവുക. ഫാൻ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അവിടെയും ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോഴാണ് കറങ്ങി നമുക്ക് കാറ്റ് കിട്ടുക. അതുപോലെ ഒരു വാഹനം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഊർജം, ഇലക്ട്രിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ പെട്രോളായിട്ടോ ഡീസലായിട്ടോ ഗ്യാസായിട്ടോ ഏതെങ്കിലും രൂപത്തിലൊരു ഫ്യൂവൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണം, ഒരു ശക്തി വേണം. അപ്പം അതുപോലെ ആ മായയ്ക്ക് സ്വയം പ്രവർത്തിക്കാനാവില്ല. ഭഗവാൻ തൻ്റെ വീര്യത്തെ ആദാനം ചെയ്തു. വീര്യവാൻ ഭഗവാനാണ്. വീര്യവാനായ ഭഗവാൻ മായയ്ക്ക് വീര്യത്തെ പകർന്നു കൊടുത്തു. ഒരു സ്ത്രീ സ്വയം ഗർഭിണിയാവില്ല, പുരുഷന്റെ സാന്നിധ്യം കൊണ്ടേ ഗർഭിണിയാവുന്നുള്ളൂ. അതുപോലെ തതോ ഭവൻ മഹത്തത്വം അവ്യക്താത് കാലചോദിതാത്. അങ്ങനെ കാലചോദിതമായ അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം ഭവിച്ചു. വിജ്ഞാനമാണ് മഹത്തത്വത്തിന്റെ സ്വരൂപം. അത് തമസിനെ ഇല്ലാതാക്കുന്നതാണ് മഹത്തത്വം. ആത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജന്. തൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്നതായിട്ടുള്ള വിശ്വത്തെ വ്യക്തമാക്കുവാനായിട്ടാണ് ആദ്യം മഹത്തത്വം വിജൃംഭിച്ചത്, മഹത്തത്വം വികസിച്ചത്. പിന്നെ ആ മഹത്തത്വത്തിൻ്റെ ഉള്ളിൽ അംശവും ഗുണവും കാലവും അടങ്ങിയിരിക്കുന്നു. ജീവനായിരിക്കുന്ന അംശം, ഭഗവാന്റെ തന്നെ പ്രകൃതിയായ ജീവൻ അംശമായി അടങ്ങിയിരിക്കുന്നു. ത്രിഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു, കാലവും അടങ്ങിയിരിക്കുന്നതാണ് മഹത്തത്വം. ആ മഹത്തത്വം ഭഗവത് ദൃഷ്ടിഗോചരമായിട്ട് ആത്മാനം വ്യകരോത്, തന്നെ തന്നെ വികാരം പ്രാപിപ്പിച്ചു. എന്തിന്? അസ്യ വിശ്വസ്യ ശിശിർക്ഷയാ, ഈ നാനാത്വത്തിന്റെ സൃഷ്ടിക്കായിക്കൊണ്ട് ആ മഹത്തത്വം വികാരത്തെ പ്രാപിച്ചു. അങ്ങനെ മഹത്തത്വം വികാരം പ്രാപിച്ചപ്പോഴോ മഹത്തത്വാത് വികുർവാണാത് അഹം തത്വം വ്യജായത, അഹം തത്വം ജാതമായി. അതാണ് കാര്യകാരണ കർത്തൃ ആത്മാ. കാര്യം, കരണം, കർത്തൃ ഭാവങ്ങളൊക്കെ ഈ അഹം തത്വത്തിനാണ്. ഭൂത ഇന്ദ്രിയ മനോമയ എന്നും കൂടുതൽ വ്യക്തമാക്കി. ഭൂതങ്ങളാണ് കാര്യങ്ങൾ, ഇന്ദ്രിയങ്ങളാണ് കരണങ്ങൾ, മനസ്സാണ് കർത്ത. അപ്പോൾ ഭൂതേന്ദ്രിയ മനോമയ കാര്യകരണ കർത്താത്മാ. ആ അഹങ്കാരത്തെ വേണമെങ്കിൽ മൂന്നായിട്ട് പറയാം. വൈകാരിക, തൈജസ, താമസശ്ച ഇതി. അഹം ത്രിപ്രകാരേണ. ആ അഹങ്കാരം മൂന്നായി തിരിഞ്ഞു. വൈകാരികം അഥവാ സാത്വികം, തൈജസം അഥവാ രാജസം, താമസം. ഇങ്ങനെ
മൂന്ന് ഗുണങ്ങൾക്കനുസരിച്ച് മൂന്നായിട്ട് അഹങ്കാരം തിരിഞ്ഞു. ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് നമുക്ക് തുടർന്ന് കാണാം. അഹം തത്വാത് വികുർവാണാത് മനോ വൈകാരികാത് അഭൂത് വൈകാരികാശ്ച യേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യതഃ തൈജസാനീന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിഃ യദഖം ലിംഗമാത്മനഃ. അപ്പോൾ അഹം തത്വാത് വികുർവാണാത് മനഃ വൈകാരികാത് അഭൂത്. വികുർവാണാത് അഹം തത്വാത് എന്നർത്ഥം. വികാരത്തെ പ്രാപിച്ച അഹങ്കാരം, അത് ഏതാണത്? വൈകാരികാത് എന്ന് പറഞ്ഞു. വൈകാരികാത് അഹം തത്വാത്. വൈകാരികം എന്ന് പറഞ്ഞാൽ സാത്വികം എന്നർത്ഥം. അപ്പൊ സാത്വികമായ അഹങ്കാരത്തിൽ നിന്ന് മനഃ അഭൂത്. മനഃ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധക്കരണം എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. മനസ്സ് മാത്രമല്ല, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെ നാലായി പിരിയുന്ന അന്ധക്കരണത്തെ മൊത്തത്തിൽ ഇവിടെ മനഃ എന്ന് സൂചിപ്പിച്ചു. അപ്പൊ അന്ധക്കരണം ഉണ്ടായി. വൈകാരികാത് അഹം തത്വാത് വികുർവാണാത് വൈകാരികാത് അഹം തത്വാത് മനഃ അഭൂത്. മനസ്തത്വം അഥവാ അന്ധകരണതത്വം ഉണ്ടായി. വൈകാരികാശ്ച യേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യതഃ. ഇനി ദേവാഹ, ദേവന്മാരും വൈകാരികാഹ, സാത്വികന്മാർ തന്നെയാണ്, വൈകാരികങ്ങൾ തന്നെയാണ്. വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് ദേവന്മാരും ഉണ്ടായത്. ഏതാ ഇവിടുത്തെ ദേവന്മാര്? ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ. ആ വൈകാരികങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് ദേവന്മാര് സാത്വികന്മാരായതുകൊണ്ടാണ് അർത്ഥ അഭിവ്യഞ്ജനം യതഃ. അർത്ഥ അഭിവ്യഞ്ജനം എന്ന് പറഞ്ഞാലോ അർത്ഥങ്ങളുടെ അഭിവ്യക്തി. അഭിവ്യഞ്ജനം എന്നൊക്കെ പറഞ്ഞാൽ സ്പഷ്ടമായിട്ടുള്ള അറിവ്. ഓരോ വിഷയങ്ങളെക്കുറിച്ചും, അർത്ഥമെന്നാൽ പദാർത്ഥം, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിവ്യഞ്ജനം, അഭിവ്യക്തി, നല്ല പോലെ മനസ്സിലാക്കാൻ കഴിയുക, ജ്ഞാനം ഉണ്ടാവുക, അഭിജ്ഞാനം ഉണ്ടാവുക, വകതിരിവ് ഉണ്ടാവുക. എന്തുകൊണ്ടാണത്? അത് സാത്വികമായതുകൊണ്ടാണ്. ആര്? ദേവന്മാര് താമസന്മാരായിരുന്നെങ്കിൽ ഇതൊന്നും വകതിരിവുണ്ടാവില്ല. ഏതാണ് എന്താണ് എന്നുള്ളതായിട്ടുള്ള ഒരു വകതിരിവും ഉണ്ടാവില്ല. രാജസ താമസങ്ങളിൽ നിന്നാണ് ദേവന്മാരുണ്ടായതെങ്കിൽ. അപ്പൊ ദേവന്മാര് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയണം. അപ്പൊ അഹങ്കാരം മൂന്നായി പിരിഞ്ഞു. സാത്വികം, രാജസം, താമസം എന്ന് പറഞ്ഞു. അതിൽ സാത്വികത്തിൽ നിന്നാണ് അന്ധക്കരണവും ദേവന്മാരും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ജ്ഞാന പ്രാധാന്യമുള്ളത്. ഇവിടെ ദേവന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ്, ആ ശക്തി കൊണ്ടാണ് നമുക്ക് അതാത് വിഷയങ്ങളെ അറിയാൻ കഴിയുന്നത്. കണ്ണുണ്ടായാൽ മാത്രം പോരാ, ആ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, കണ്ണിന് അഭിവ്യക്തി ഉണ്ടാക്കുന്ന ശക്തി. കണ്ണ് വെറും ഒരു ഗോളകം മാത്രമാണ്. അതിനൊരു സെൻസ് ഉണ്ടാവുന്നു, ഇന്നതാണ് എന്ന് പറഞ്ഞ് ഓരോ വസ്തുക്കളെയും വകതിരിച്ച് കാണാൻ, നിറങ്ങളെ വേർതിരിച്ച് കാണാൻ, രൂപങ്ങളെ വേർതിരിച്ച് കാണാൻ, വലിപ്പ ചെറുപ്പങ്ങൾ ഒക്കെ വേർതിരിച്ച് കാണാനായിക്കൊണ്ട് രൂപങ്ങൾ തിരിച്ചറിയാനുള്ളതായിട്ടുള്ള അറിവ് കണ്ണിനുണ്ടാകുന്നത് അതിൽ സത്വഗുണം ഉള്ള ദേവന്മാരുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാണാനുള്ള അനുഗ്രഹം, അതിനെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ പലതവണ കണ്ടതാണ്. കണ്ണിൻ്റെ ദേവത വെളിച്ചം തരുന്ന ദേവന്മാരാണ്. സൂര്യൻ എന്ന് പ്രതീകമായിട്ട് പറയുന്നു. കാരണം സൂര്യൻ ആണ് നമുക്ക് ഏറ്റവും അധികം വെളിച്ചം തരുന്ന ആള്. ആ സൂര്യൻ്റെ പ്രകാശം തന്നെയാണ് അഗ്നിക്കും ചന്ദ്രനും ഒക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ദേവത ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ. ചക്ഷുസിൻ്റെ ദേവത മിത്രൻ അഥവാ സൂര്യൻ.
എന്ന് പറയാം. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ശ്രോത്രത്തിൻ്റെ ദേവത ദിഗ് ദേവത, ദിക്കുകളാണ് കാതുകളുടെ ദേവത. അശ്വിനി ദേവന്മാരാണ് ഘ്രാണേന്ദ്രിയങ്ങളുടെ ദേവത. വരുണനാണ് നാവിന് രുചിക്കുമ്പോൾ ദേവത. സ്പർശേന്ദ്രിയത്തിന് വായുവാണ് ദേവത. അതുപോലെ സംസാരിക്കുമ്പോൾ വാക്ക് എന്നതായിട്ടുള്ള ഇന്ദ്രിയത്തിന് അഗ്നിയാണ് ദേവത. കൈകൾക്ക് ഇന്ദ്രനാണ് ദേവത. എടുക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ശക്തി ഇന്ദ്രന്റെ ശക്തിയാണ്. കാലുകൾക്ക് വ്യാപിക്കാനുള്ള ശക്തി, സഞ്ചരിക്കാനുള്ള ശക്തി അത് വിഷ്ണുവിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് വിഷ്ണുവാണ് പാദത്തിൻ്റെ ദേവത. പ്രത്യുൽപാദനേന്ദ്രിയത്തിൻ്റെ ദേവത പ്രജാപതി അല്ലെങ്കിൽ ബ്രഹ്മദേവനാണ്. അതുപോലെ വിസർജനേന്ദ്രിയത്തിൻ്റെ ദേവത യമനാണ്. യമൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ വിസർജനം നടക്കുള്ളൂ. ഇതൊക്കെ മുമ്പും കണ്ടതാണ്, ദ്വിതീയ സ്കന്ധത്തിലും കണ്ടതാണ്. ഇവിടെ ഓർമ്മിക്കുക, ഒന്നുകൂടെ ഉറപ്പിക്കുക. അതുപോലെ അന്ധകരണത്തിലും ദേവതകളുണ്ട്. മനസ്സിന് ചന്ദ്രനാണ്, ബുദ്ധിക്ക് ബൃഹസ്പതിയാണ്, അഹങ്കാരത്തിന് രുദ്രനാണ്, ചിത്തത്തിന് വാസുദേവനാണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും മനസ്സും ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഭഗവാന്റെ തന്നെ അംശം. ആ ഭഗവാന്റെ അംശത്തെയാണ് ഇവിടെ ദേവതകൾ എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ അംശം കണ്ണിലൂടെ നമുക്ക് കാഴ്ചകളെ കാണിച്ചു തരുമ്പോൾ സൂര്യൻ എന്ന് വിളിക്കുന്നു. കാതിലൂടെ നമുക്ക് ശബ്ദങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ ദിക്ക് എന്ന് പറയുന്നു. പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് മൂക്കില്, ഘ്രാണേന്ദ്രിയത്തില് ഘ്രാണത്തിനുള്ള ശക്തിയെ നൽകുന്ന അശ്വിനി ദേവന്മാരായിരിക്കുന്നത്. നാവിൽ വരുണനായും അഗ്നിയായും പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. പരമാത്മാവിൻ്റെ അംശത്തെ ദേവതകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതാത് ശക്തി, അതാത് വകതിരിവുണ്ടാക്കുന്ന ശക്തി, അതാണ് അർത്ഥ അഭിവ്യഞ്ജനം എന്ന് പറയുന്നത്. അതാത് പദാർത്ഥങ്ങളെ അഭിവ്യക്തമാക്കാനുള്ള, അഭിജ്ഞാനം നൽകുന്ന, വ്യക്തത നൽകുന്ന, പ്രകാശിപ്പിക്കുന്ന ആ ശക്തികൾക്ക് പേരാണ് ദേവന്മാര്. വൈകാരികാശ്ചയേ ദേവാഹ അർത്ഥ അഭിവ്യഞ്ജനം യതഃ അർത്ഥാഭിവ്യഞ്ജനം. അപ്പോൾ അഹം തത്വം മൂന്നായി തിരിഞ്ഞു: സാത്വികം, രാജസം, താമസം. ആ സാത്വികത്തെ തന്നെയാണ് വൈകാരികം എന്ന് പറഞ്ഞത്. ആ വൈകാരികത്തിൽ നിന്ന് അന്ധകരണവും ദേവതകളും ഉണ്ടായി. അതുകൊണ്ടാണ് അവയ്ക്ക് പ്രകാശിപ്പിക്കുവാനുള്ള, അറിയാനുള്ള കഴിവുള്ളത്. അഭിവ്യഞ്ജനം. തുടർന്ന് തൈജസാനീന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദി യതഃഖം ലിംഗമാത്മനഃ. തൈജസാനി ഇന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച. അവിടെ തൈജസാനി എന്ന് പറഞ്ഞാൽ രാജസം തന്നെയാണ് തൈജസം, രജോ ഗുണത്തിൽ നിന്ന് ഭവിച്ചത്. അപ്പൊ രാജസ അഹങ്കാരമാണ് ഇന്ദ്രിയങ്ങളെ നിർമ്മിച്ചത്. ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം രാജസാഹങ്കാരം. ജ്ഞാനകർമ്മമയാനി എന്ന് പറഞ്ഞു. ഇവിടെ ജ്ഞാനമയാനി ഇന്ദ്രിയാണി, കർമ്മമയാനി ഇന്ദ്രിയാണി എന്ന് രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ തിരിച്ചു പറഞ്ഞതാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ജ്ഞാനേന്ദ്രിയങ്ങള് സെൻസ് ഓർഗൻസ്, അതേതാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. അത് ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങള് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇവ രണ്ടും എവിടെ നിന്നുണ്ടായി? തൈജസ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവയ്ക്ക് ക്രിയേറ്റിവിറ്റി. രജോ ഗുണത്തിൽ നിന്നാണ് ഒരു ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് എപ്പോഴും ആക്റ്റീവായിരിക്കുക. സത്വഗുണത്തിന്റെ എപ്പോഴും ജ്ഞാനപൂർണമായിരിക്കുക, പ്രകാശിപ്പിക്കുക എന്നത് സത്വഗുണത്തിന്റെ സ്വഭാവം. രജോ ഗുണം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അജിറ്റേറ്റഡ് ആണ്, ആക്റ്റീവാണ്. അതാണ് രജോ ഗുണം. അപ്പൊ രജോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ടായി. തൈജസാനി ഇന്ദ്രിയാണിയേവ ജ്ഞാനകർമ്മമയാനി ച. ഇനി താമസോ ഭൂതസൂക്ഷ്മാദിഹി.
യതഃ ഖം ലിംഗമാത്മനഃ. താമസാഹങ്കാരം ഭൂതസൂക്ഷ്മങ്ങളുടെ ആദിയാകുന്നു. സൂക്ഷ്മഭൂതങ്ങളുടെ ആദിയാകുന്നു എന്നർത്ഥം. ഭൂതസൂക്ഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ ആദ്യത്തെ അവസ്ഥയ്ക്കാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്, തന്മാത്ര. അപ്പൊ തന്മാത്രകൾക്കും ഭൂതങ്ങൾക്കും ആദി ആണ് താമസാഹങ്കാരം. യതഃ ഖം, യതഃ എന്ന് പറഞ്ഞാൽ ഏതൊരു താമസാഹങ്കാരത്തിൽ നിന്ന് ഖം, ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ആത്മനഃ ലിംഗം, ആത്മാവിൻ്റെ ലിംഗമാകുന്നു. ലിംഗം എന്ന് പറഞ്ഞാൽ പ്രകടമായ ഭാവം, ലക്ഷണം എന്നൊക്കെ അർത്ഥം. ആത്മാവിൻ്റെ പ്രകടമായ ഭാവമാണ് ആകാശം. ആത്മാ ആദ്യമായി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആകാശ രൂപത്തിലാണ്. അതാണ് ലിംഗം ആത്മനഃ അഭവത് എന്നും കൂടി ചേർക്കുക. ഇപ്പൊ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകളും ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളും ഉണ്ടാകുന്നു. ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്ന ആദ്യത്തെ ഭാവമാണ് ആകാശം. ആത്മനഃ ലിംഗം. ആത്മാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പരമമായ കാരണം. അപ്പൊ കാര്യത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മൾ കാരണങ്ങളെ ഊഹിക്കുന്നത്. കാര്യത്തെ കാണുമ്പോൾ ഇതിന് കാരണമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതാണ് ലിംഗം എന്ന് പറഞ്ഞത്. ഇവിടെ ലിംഗം എന്ന് പറഞ്ഞാൽ ലക്ഷണം, അടയാളം. ആകാശം കാണുമ്പോൾ ആകാശത്തിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാം? അതിന്റെ കാരണത്തെ അനുമാനിക്കാം. കാരണത്തെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാൻ കഴിയും, ഈ ആകാശം പൊട്ടി വീണതല്ല, തന്നെ ഉണ്ടായതല്ല, അതിന് ഏതോ ഒരു കാരണമുണ്ട്. ആ കാരണം, അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തെ അനുമാനിക്കാൻ ഉള്ള ഒരു ലിംഗം, ഒരു അടയാളം, ഒരു ലക്ഷണമാണ്. അല്ലേ? നമുക്ക് എവിടുന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ശബ്ദം ശൂന്യതയിൽ നിന്നുണ്ടാവില്ലല്ലോ. എന്തനുമാനിക്കാം? അവൻ ശബ്ദത്തിനൊരു ഉടമസ്ഥനുണ്ട്. ആരാ കരഞ്ഞ്, ആരാ നിലവിളിച്ച്, ആരാ ശബ്ദിച്ച്? ഉടനെ നമ്മൾ ചോദിക്കും, അത് പശുവിൻ്റെ കരച്ചിലാണോ, പട്ടിയുടെ കരച്ചിലാണോ, പൂച്ചയുടെ കരച്ചിലാണോ, പക്ഷിയുടെ കരച്ചിലാണോ, മനുഷ്യന്റെ കരച്ചിലാണോ? ആ മനുഷ്യരിൽ ആരുടെ നിലവിളിയാണത്? ആരോ ഉണ്ട്, ചുമ്മാ ശബ്ദം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാവുന്ന എന്താ പറയുക, ഇടി ശബ്ദം ഉണ്ടാവാം. ജലത്തിന്റെ പ്രവാഹത്തിൽ നിന്നുണ്ടാവുന്ന ശബ്ദമുണ്ടാകാം. മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദമുണ്ട്, കാറ്റ് വീശുമ്പോൾ അതിനൊരു ശബ്ദമുണ്ട്. എല്ലാറ്റിനും ശബ്ദമുണ്ട്. ആ ശബ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ കാരണത്തെ ഊഹിക്കാം. കാരണമില്ലാതെ കാര്യമില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ആത്മനഃ ലിംഗം എന്ന് പറയുന്നതിലൂടെ ആത്മാവിന് ഒരു ആദ്യത്തെ പ്രതീകമാണ് ആകാശം. ആദ്യത്തെ പ്രകടമായ ഭാവമാണ്, മാനിഫെസ്റ്റേഷനാണ് ആകാശം. ആകാശത്തെ കാണുമ്പോൾ ആകാശത്തെക്കാൾ വലുതായ ആകാശത്തിൻ്റെ ആദിയെ, ആകാശത്തിൻ്റെ കാരണത്തെ നമുക്ക് അനുമാനിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ താമസഃ ഭൂതസൂക്ഷ്മാദിഹി, താമസത്തിൽ നിന്ന് ഭൂതങ്ങളുടെയും സൂക്ഷ്മങ്ങളുടെയും കാരണമാകുന്നു. യതഃ ആത്മനഃ ലിംഗം ആകാഖം, ഏതൊന്നിൽ നിന്ന് ബ്രഹ്മത്തിൻ്റെ ജ്ഞാപകമായ ലക്ഷണമായ ആകാശം ഉണ്ടായി. അപ്പോൾ തമോ ഗുണത്തിൽ നിന്നാണ് ഭൂതസൂക്ഷ്മാദി. ഭൂതസൂക്ഷ്മാദി എന്ന് പറയുമ്പോൾ തന്മാത്ര. ആദ്യത്തെ തന്മാത്ര ഏതാണ്? ശബ്ദം. ശബ്ദ തന്മാത്രയിൽ നിന്നാണ് ആകാശം ഉണ്ടാകുന്നത്. പിന്നീട് ആകാശത്തിൽ നിന്നാണ് സ്പർശ തന്മാത്ര ഉണ്ടാകുന്നത്. ആ സ്പർശ തന്മാത്രയിൽ നിന്നാണ് വായു ഉണ്ടാകുന്നത്. പിന്നീട് വായുവിൽ നിന്നാണ് രൂപതന്മാത്ര ഉണ്ടാകുന്നത്. ആ രൂപതന്മാത്രയിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. പിന്നീട് അഗ്നിയിൽ നിന്നാണ് രസതന്മാത്ര ഉണ്ടാകുന്നത്. ആ രസതന്മാത്രയിൽ നിന്നാണ് ജലമുണ്ടാകുന്നത്. പിന്നീട് ആ ജലത്തിൽ നിന്നാണ് ഗന്ധതന്മാത്ര ഉണ്ടാകുന്നത്. ആ ഗന്ധത്തിൽ നിന്നാണ്, ഗന്ധതന്മാത്രയിൽ നിന്നാണ് ഭൂമി അഥവാ പൃഥ്വി ഉണ്ടാകുന്നത്.
അപ്പം ഇങ്ങനെ ആദ്യം തന്മാത്ര, അതിൻ്റെ അടുത്ത ഭൂതം, ആ ഭൂതത്തിൽ നിന്ന് അടുത്ത തന്മാത്ര, അടുത്ത ഭൂതം, അടുത്ത തന്മാത്ര, അടുത്ത ഭൂതം, അടുത്ത തന്മാത്ര, അടുത്ത ഭൂതം എന്നിങ്ങനെ കൂടുതൽ 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 സ്ഥൂല ഭാവത്തെ പ്രാപിക്കുന്നു. ഏറ്റവും സൂക്ഷ്മമായത് ശബ്ദം എന്ന തന്മാത്ര, അതിൽ വെച്ച് അല്പം സ്ഥൂലമായതാണ് ആകാശം. ആകാശത്തേക്കാൾ സ്ഥൂലമാണ് സ്പർശ തന്മാത്ര, അതിനേക്കാൾ സ്ഥൂലമാണ് വായു എന്ന ഭൂതം. സ്പർശം തന്മാത്ര, വായു ഭൂതം. പിന്നെ രൂപം തന്മാത്ര, അഗ്നി ഭൂതം. പിന്നെ രസ തന്മാത്ര, ജലം ഭൂതം. പിന്നെ ഗന്ധ തന്മാത്ര, പൃഥ്വി ഭൂതം. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവയുടെ പൂർവ്വ അവസ്ഥയ്ക്കാണ് ഈ തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര എന്ന വാക്കിനർത്ഥം അതുകൊണ്ട് അതിനെ അറിയാം എന്നാണ്. തസ്യ മാത്ര തന്മാത്ര. മാത്ര എന്ന് പറഞ്ഞാൽ മീയതേ അനയാ ഇതി മാത്ര. മീയതേ എന്ന് പറഞ്ഞാൽ അളക്കുക, അറിയുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഒന്നിനെ എങ്ങനെ അറിയാം? ശബ്ദത്തെ അറിയുവാനുള്ള തന്മാത്രയാണ്, ആകാശത്തെ അറിയുവാനുള്ള തന്മാത്രയാണ് ശബ്ദം. വായുവിനെ അറിയുവാനുള്ള വായുവിൻ്റെ തന്മാത്രയാണ് സ്പർശം. അഗ്നിയുടെ തന്മാത്രയാണ് രൂപം. ജലത്തിൻ്റെ തന്മാത്രയാണ് രസം. പൃഥ്വിയുടെ തന്മാത്രയാണ് ഗന്ധം. അപ്പൊ തന്മാത്ര ആദ്യം, പിന്നെ ഭൂതം. തന്മാത്ര ആദ്യം, പിന്നെ ഭൂതം. ഇങ്ങനെ ക്രമത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ശബ്ദം ആകാശം, സ്പർശം വായു, രൂപം അഗ്നി, രസം ജലം, ഗന്ധം പൃഥ്വി. ഇതാണ് ക്രമം. 5 ഭൂതങ്ങളും 5 തന്മാത്രകൾ ഉണ്ടാകുന്ന ക്രമമാണ് ഈ പറഞ്ഞത്. അതിനെയാണ് ഉടനെ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് നോക്കൂ. കാലമായാംശയോഗേന ഭഗവത് വീക്ഷിതം നഭഃ നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. കാലമായ അംശയോഗേന ഭഗവൽ വീക്ഷിതം നഭഃ നഭസോ അനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. കാല മായ അംശയോഗേന. കാലം മായ. മായ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളുടെ സമുച്ചയത്തിനാണ് മായ എന്ന് പറഞ്ഞത്. അപ്പൊ കാലവും ത്രിഗുണാത്മികയായ മായയുടെയും അംശം എന്ന് പറഞ്ഞാൽ ജീവാംശം, ഇതിന്റെ ചേർച്ചയോടുകൂടിയവനായ നഭഃ ആ ആകാശത്തെ ഭഗവൽ വീക്ഷിതം, ഭഗവാന്റെ വീക്ഷ കൊണ്ട്, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ ആകാശത്തെ ഭഗവൻ നോക്കിയപ്പോൾ ആകാശം എന്തായി? നഭസഃ സ്പർശം അനുസൃതം. നഭസഃ സ്പർശം അനുസൃതം. നഭസിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് സ്പർശ തന്മാത്ര അനുസരിച്ചുണ്ടായി. അനുസൃതം പിന്നാലെ ഉണ്ടായി എന്നർത്ഥമാണ്. അനുസരിക്കുക എന്നാൽ പിന്നാലെ ഉണ്ടാവുക. എന്നിട്ടോ വികുർവത് അനിലം നിർമ്മമേ. വികുർവത് അത് വികാരത്തെ പ്രാപിച്ച്, ഏത്? സ്പർശം എന്ന തന്മാത്ര വികാരത്തെ പ്രാപിച്ച് അനിലം നിർമ്മമേ. അനിലം വായു, വായുവിനെ നിർമ്മിച്ചു. അപ്പൊ ഭഗവാന്റെ ഈക്ഷ കൊണ്ട്, സങ്കല്പം കൊണ്ട് നഭസ്സിന് വികാരമുണ്ടായി. നഭസ്സിൽ നിന്ന് സ്പർശ തന്മാത്രയുണ്ടായി. വീണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്പർശം വികാരം പ്രാപിച്ച് അനിലനായി തീർന്നു, വായുവായി തീർന്നു. എവിടെയും എന്ത് വേണം? പുറകിൽ ഭഗവാന്റെ സ്പർശം വേണം. ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് കഴിഞ്ഞു അതിന്റെ പണി. ഭഗവാന്റെ എപ്പോഴും സ്പർശമുള്ളത് കൊണ്ടാണ് ഒന്നും ചാപിള്ളയായി പോകാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ചാപിള്ളയായി പോയേനെ, പിന്നെ അത് അടുത്ത സൃഷ്ടിക്ക് അതിന് ശക്തി ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ ആകാശത്തെ ഭഗവാൻ വീക്ഷിച്ചില്ല എന്ന് വിചാരിക്കുക, ആകാശത്തിൽ നിന്ന് അടുത്ത സന്തതിയായ സ്പർശ തന്മാത്ര ഉണ്ടാവില്ല. ആകാശത്തോടുകൂടി സൃഷ്ടി ബും നിലച്ചു.
അപ്പൊ ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായത് ഭഗവാന്റെ സങ്കല്പം, ഭഗവാന്റെ വീക്ഷ, ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട്, കാലം, മായ, അംശം മുതലായതുകൊണ്ട് ഭഗവാൻ അതിനെ സ്പർശിച്ചു. ഭഗവാന്റെ കരങ്ങളാണിതെല്ലാം, ഏതൊക്കെ കാലവും മായയും അംശവുമില്ല. അതുകൊണ്ട് ഭഗവാൻ ആകാശത്തെ അനുഗ്രഹിച്ചപ്പോൾ സ്പർശവും, വീണ്ടും സ്പർശത്തെ ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ വായുവും, വായുവിനെ ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ അത് രൂപതന്മാത്രയായി മാറുന്നു. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. അനിലോപി വികുർവാണോ നഭസോ ഉരുബലാൻവിതഃ സസർജ രൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. വികുർവാണഃ വികാരത്തെ പ്രാപിച്ചതായിട്ടുള്ള അനിലഃ അപി വായുവും, നഭസാ ഉരുബലാൻവിതഃ നഭസാ ആകാശത്തോടുകൂടെ, മുമ്പേ ഉണ്ടായ ആകാശത്തോടുകൂടെ വായുവും ചേർന്ന് ഉരുബലാൻവിത നല്ല മഹത്തായ ബലത്തോടു കൂടിയവനായിട്ട് രൂപതന്മാത്രയെ നിർമ്മിച്ചു. എന്നിട്ട് ലോകസ്യ ലോചനം ജ്യോതിഹി സസർജ, ലോകത്തിന് ജ്യോതിസായ ലോചനമായ ജ്യോതിസിനെ സൃഷ്ടിച്ചു. രൂപതന്മാത്രയിൽ നിന്നാണ് ലോകത്തിന്റെ ലോചനം എന്ന് പറഞ്ഞാൽ ലോകത്തിന് വെളിച്ചം. അത് കണ്ണ് തന്നെയാണ്, പ്രകാശതത്വം. ലോകത്തിന് പ്രകാശതത്വമായിട്ടുള്ള ജ്യോതിസിന്, ഇവിടെ ജ്യോതിസ് എന്നുള്ളത് കൊണ്ട് അഗ്നി എന്നർത്ഥം. എല്ലാ ജ്യോതിസുകളും അഗ്നി തന്നെയാണ്. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഇടിമിന്നലാകട്ടെ, ഏതൊക്കെ അഗ്നി ഉണ്ടോ അതൊക്കെ ജ്യോതിസ് തന്നെയാണ്. അവിടെ ജ്യോതിസ് എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. ജ്യോതിസിനെ സൃഷ്ടിച്ചു, തേജസ് ഉണ്ടായി. ഈ തേജസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലോകങ്ങളെ കാണാൻ കഴിയുന്നത്, പ്രകാശിക്കുന്നത്. പിന്നീട് അനിലേനാന്വിതം ജ്യോതിഹി വികുർവത് പരവീക്ഷിതം ആദത്ത അംബോരസമയം കാലമായാംശയോഗതഃ. അനിലേന അന്വിതം ജ്യോതിഹി, തൻ്റെ ഏട്ടനായ അനിലൻ വായു, വായുവിനോടുകൂടി ഈ ജ്യോതിസ് അഗ്നി ഏട്ടന്മാരെ കൂട്ടുപിടിക്കുന്നുണ്ട്. മൂത്ത ഏട്ടന്മാര് അനുജന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂത്ത ഏട്ടനാണ് ആകാശം, രണ്ടാമനാണ് വായു, മൂന്നാമനാണ് അഗ്നി. അവിടെ പഞ്ചപാണ്ഡവന്മാരെ പോലെ ഈ പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ഏട്ടാനുജന്മാരായിട്ടുണ്ടാവുകയാണ്. അപ്പോൾ ആകാശം യുധിഷ്ഠിരനെ പോലെ, വായു ഭീമനെ പോലെ, അഗ്നി അർജുനനെ പോലെ, ജലം നകുലനെ പോലെ, പൃഥ്വി സഹദേവനെ പോലെ എന്ന് പറയാം നമുക്ക്. ആ സ്ഥാനം കൊണ്ട് 5 സഹോദരങ്ങൾ. അപ്പൊ മൂത്തവർ താഴെയുള്ളവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അനിലേന അന്വിതം ജ്യോതി, വായുവിനോടുകൂടിയ ഏട്ടനോടുകൂടിയതായിട്ടുള്ള ജ്യോതിസ് വികുർവത് പരവീക്ഷിതം. ഇവിടെ പരവീക്ഷിതം എന്ന് പറഞ്ഞാൽ പരനായ ഭഗവാനാൽ വീക്ഷണം ചെയ്യപ്പെട്ടിട്ട്, പരനാൽ വീക്ഷിക്കപ്പെട്ടതുകൊണ്ട്, ഈശ്വര കടാക്ഷമുണ്ടായതുകൊണ്ട് വികുർവത് വികാരത്തെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? ആദത്ത അംബോരസമയം കാലമാം മായാ അംശയോഗത. അവിടെയൊക്കെ കാലവും മായയും അംശവും കൂടെ ഉണ്ട്. ഭഗവാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിക്കൊണ്ട് കാലവും മായയും ഭഗവാന്റെ തന്നെ അംശമായ ജീവനും കൂടെ കൊടുക്കുന്നുണ്ട് അനുഗ്രഹമായിട്ട്. ഒരു പാക്കേജായിട്ട് പുറകെ ഉണ്ട്. അപ്പോ ജ്യോതിഹി പരവീക്ഷിതം വികുർവത്, വികാരത്തെ പ്രാപിച്ച് കാലമായ അംശയോഗത, കാലം മായ അംശം ഇവയുടെ ചേർച്ചയോടുകൂടി രസമയം അംബഹ ആദത്ത, രസസ്വരൂപമായ ജലത്തെ ധരിച്ചു. അപ്പോൾ അഗ്നിയിൽ നിന്ന് രസവും രസത്തിൽ നിന്ന് ജലവും, രസമയമായ ജലത്തെ ധരിച്ചു. ജ്യോതിസിൽ നിന്നാണ് രസവും ജലവും ഉണ്ടാകുന്നത്. ഇത് വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു പ്രതിപാദനയാണ്. വേദത്തിൽ ഉപനിഷത്തിലൊക്കെ പറയുമ്പോൾ ഈ തന്മാത്രകളെ എടുത്തു പറയാതെയാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് തൈത്തിരീയ ഉപനിഷത്തിൽ പറയും. തസ്മാദേതസ്മാദാത്മനഃ ആകാശസംഭൂതഃ ആകാശാദ് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോ അന്നം
അന്നാത് പുരുഷഃ, ഇങ്ങനെ ക്രമത്തിൽ പറയും. അപ്പൊ അവിടെ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന 5 ഭൂതങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ. ഇവരുടെ ഇടയ്ക്കുണ്ടാകുന്ന സഹോദരങ്ങൾ തന്നെയാണ് തന്മാത്രകളെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ അതിലും വെച്ച് കുറച്ചുകൂടി വിസ്തരിച്ചാണ് സാങ്ഖ്യശാസ്ത്രം വർണ്ണിക്കുന്നത്. ഈ വേദത്തെ വ്യാഖ്യാനിച്ചതാണ് സാങ്ഖ്യശാസ്ത്രം. അവരവരുടേതായിട്ടുള്ളൊരു ദൃഷ്ടിയിൽ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സാങ്ഖ്യ ദർശനം എന്നുണ്ട്. വേദത്തെ സാങ്ഖ്യന്മാർ എങ്ങനെ ദർശിച്ചുവോ അത് സാങ്ഖ്യ ദർശനം. കൂടുതൽ വ്യക്തത കൊടുത്തവരാണ് സാങ്ഖ്യന്മാർ. ഈ വേദത്തിലെ ആശയങ്ങളെ കൂടുതൽ നന്നായിട്ട് വ്യക്തത കൊടുത്തത് കൊണ്ടാണ് അതിന് സാങ്ഖ്യം എന്ന് പേരുണ്ടായതും. സമ്യക് ആപയതി, നന്നായി പ്രകാശിപ്പിച്ചത്. അപ്പോൾ വൈദികമായിട്ടുള്ള ആശയങ്ങളെ കൂടുതലായിട്ട് അവർ പ്രകാശം നൽകി, അതിന് ലോജിക്ക് കൊടുത്തു, അതിനൊരു സിസ്റ്റം കൊടുത്തു. അതുകൊണ്ട് സാങ്ഖ്യം ഇത്രയും പ്രാധാന്യമേറിയ ഒരു ശാസ്ത്രമായി മാറി. ഈ സൃഷ്ടിക്രമത്തെ പറയുന്നതിലാണ് സാങ്ഖ്യത്തിന് ഏറ്റവും വലിയ റോളുള്ളത്. സൃഷ്ടിയെ വ്യാഖ്യാനിക്കുമ്പോഴാണ് സാങ്ഖ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്കുള്ളത് എന്ന് പറയുക. ആ ഉപനിഷത്തിലൊക്കെ പറയുന്ന ഈ ഒരു ക്രമത്തെ നന്നായി വ്യാഖ്യാനിച്ചത് സാങ്ഖ്യമാണ്. അതുകൊണ്ട് സാങ്ഖ്യം എല്ലാവർക്കും സ്വീകാര്യമാണ്. അതിലെ എന്താ പറയുക, പൊതുവായിട്ടുള്ള വൈദിക സമ്മതമായിട്ടുള്ള ആശയങ്ങളൊക്കെ. പിന്നെ ചിലത് അവരുടേതായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളുണ്ട് ഈ ദാർശനികന്മാരുടെ. അതിനെ ചിലപ്പോൾ തള്ളിപ്പറയും വേദാന്തികൾ. സാഖ്യന്മാരുടെ ചില ആശയങ്ങൾ, പോരായ്മകൾ വേദാന്തികൾ തള്ളിപ്പറയും. ഇവർ കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത ഈ നിർവചനങ്ങളെയൊന്നും തള്ളിപ്പറയാറില്ല. ഇതിനെയൊക്കെ അങ്ങോട്ട് അംഗീകരിക്കും. നല്ലതാണ്, നമുക്ക് പണി എളുപ്പമായല്ലോ. കൂടുതൽ പണിയെടുക്കേണ്ട അതേ വിഷയത്തിൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും പണിയെടുക്കേണ്ട ആവശ്യമില്ല. വേറൊരു ആളുകൾ, പൂർവികർ നമുക്ക് പണിയെടുത്ത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതിനെ സ്വീകരിച്ചോളൂ. പക്ഷെ അതിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞതെല്ലാം കൂടെ വിഴുങ്ങണം, വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നൊന്നുമില്ല. അതിലെന്തെങ്കിലും ലോജിക്ക് നിരക്കാത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്, വേദത്തിന് നിരക്കാത്തതുണ്ടെങ്കിൽ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതാണ് വേദാന്തികൾ ഉപയോഗിച്ച് ചില സാഖ്യന്മാരുടെ ചില ആശയങ്ങളെ മാത്രം നിഷേധിക്കും. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, ദിസ് മച്ച് വി ക്യാൻ ടേക്ക്, വി ഹാവ് നോ പ്രോബ്ലം ഇൻ അക്കോമഡേറ്റിംഗ് യുവർ ഐഡിയാസ്. താങ്ക് യു. നിങ്ങൾ ചെയ്തു തന്ന ഇത്രയും നല്ലൊരു പദ്ധതിക്ക് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, കൃതജ്ഞതയുണ്ട്. അത് പറഞ്ഞിട്ട് മുഴുവൻ വിഴുങ്ങാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുന്നവരാണ് വേദാന്തികൾ. അതുകൊണ്ടാണ് സാഖ്യദർശനവും വേദാന്തവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പോൾ രസമയം അംബഹ ആദത്ത, അഗ്നിയിൽ നിന്ന് രസവും രസത്തിൽ നിന്ന് അംബസ്സും ഭവിച്ചു. തുടർന്ന് ജ്യോതിഷാംബോ അനുസംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണാം ആദാത് കാലമായാംശയോഗതഃ. ജ്യോതിഷഃ അനുസംസൃഷ്ടം, ജ്യോതിസിനോട് അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മവീക്ഷിതം വികുർവത് അംബഃ, ഈശ്വരനാൽ വീക്ഷിക്കപ്പെട്ടതായിട്ടുള്ള വികാരത്തെ പ്രാപിച്ച, വികൃതിയെ പ്രാപിച്ചതായിട്ടുള്ള അംബസ് ജലമാകട്ടെ കാലമായ അംശയോഗതഃ, കാലവും മായയും അംശവും ചേർന്നുകൊണ്ട് ഗന്ധഗുണാം മഹീം ആദാത്, ഗന്ധം എന്ന പ്രത്യേക ഗുണത്തോടുകൂടിയ മഹിയെ, പൃഥ്വി തത്വത്തെ ആദാത്, ആധാനം ചെയ്തു, ജനിപ്പിച്ചു, സൃഷ്ടിച്ചു. അപ്പൊ ജലത്തിൽ നിന്ന് ഗന്ധവും മഹിയും ഉണ്ടായി എന്നർത്ഥം. അതിനെ കൂടുതൽ
മറ്റേ ബ്രഹ്മവീക്ഷിതം എന്നൊക്കെ പറഞ്ഞത് ഈശ്വര വീക്ഷിതം എന്നർത്ഥം തന്നെയാണ്. ഈശ്വര സങ്കല്പം കൊണ്ട് ഈശ്വരൻ അതിനെ വീക്ഷിച്ചു. ആ ഈശ്വരന്റെ വീക്ഷയാണ്, കടാക്ഷമാണ് എല്ലായ്പ്പോഴും ഇവയ്ക്ക് ശക്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഈശ്വരന്റെ കടാക്ഷം എപ്പോ ഇല്ലാതെയാവുന്നോ അപ്പോ എന്താവും? ഇതൊക്കെ അവിടെ വെച്ച് നിന്നു പോകും. ആ പ്രോജക്റ്റ് ഡെഡാവും, ചാപിള്ളയാവും പച്ചയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ ഒന്നും ചാപിള്ളയാവാതെ തുടർന്നും അടുത്ത സൃഷ്ടിക്ക് അത് ശക്തി. അപ്പോൾ ഗന്ധഗുണത്തോടുകൂടിയ മഹിയെ നിർമ്മിച്ചു. ജ്യോതിഷാംബോനു സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണാമാധാത് കാലമായാംശയോഗതഃ ഭൂതാനാം നഭ ആദീനാം യദ്യത് ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ. ഭൂതാനാം നഭ ആദീനാം യത് അവരവരം. അവിടെ ഇടയിൽ ഒരു ഭവ്യ എന്നുള്ളത് സംബോധനയാണ്. ഭവ്യ എന്നുള്ളത് വിതുരനെ സംബോധന ചെയ്യണം മൈത്രേയൻ. ഹേ ശ്രേഷ്ഠനായവനെ ഭവ്യ, വിതുര എന്ന മൈത്രേയൻ സംബോധനയാണ്. അവരാവരം. അവരാവരം എന്ന് പറഞ്ഞാല് പിന്നെ പിന്നെ ഉണ്ടായത്. അവരം അവരം അവരം. വരം എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായതും അവരം പിന്നെ ഉണ്ടായതും. അവരാവരം എന്ന് പറഞ്ഞാലോ പിന്നെ 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 ഉണ്ടായത്, ക്രമത്തിൽ ഉണ്ടായത്. അപ്പൊ ഇവിടെ എന്താ പറയണത്? നഭ ആദീനാം ഭൂതാനാം. നഭസ് ആകാശമാണ്. ആകാശം മുതലായ ഭൂതങ്ങളുടെ മധ്യത്തില് അവരവരം യത് പിന്നീട് പിന്നീടുണ്ടായത് ഏതേതാണോ തേഷാം അവർക്ക് പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ. പര അനുസംസർഗാത് മുമ്പിലുള്ളതുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ് യഥാസംഖ്യം അതാത് സംഖ്യക്കൊത്തവണ്ണം ഗുണാൻ വിദുഃ ഗുണങ്ങളുള്ളതായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂത്ത ആളാരാണ്? ആകാശം, നഭസ്. ആകാശത്തിന് എത്ര ഗുണം? ഒറ്റ ഗുണം. ഏതാണ്? ശബ്ദം. ആകാശം മൂത്ത ആളായതുകൊണ്ട് അന്ന് അച്ഛനും അമ്മയ്ക്ക് ആകെ കൂടി മുതലായിട്ട് ശബ്ദം എന്നൊരു വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അദ്ദേഹത്തിന് പാവം കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്ത ആളുണ്ടായി. ആരാണ്? വായു. വായു ഉണ്ടാകുന്നതിന് മുമ്പേ എന്തുണ്ടായിട്ടുണ്ട്? സ്പർശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായുവിൻ്റെ പ്രത്യേക ഗുണം സ്പർശം. പക്ഷേ മൂത്ത ഏട്ടൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തെ കൂടി മൂപ്പര് കടമെടുത്തു. കുറച്ചിങ്ങട് ഏട്ടാ എന്നെയും കൂടി ഒന്ന് അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ കയ്യിലുള്ള ശബ്ദത്തെ വായുവിന് കുറച്ച് കിട്ടി. അങ്ങനെ വായുവിന് തന്മാത്രയായിട്ട് സ്പർശവും മൂത്ത ഏട്ടനിൻ്റെ സംസർഗം കൊണ്ട് ശബ്ദവും കിട്ടി. അപ്പോൾ വായുവിൽ രണ്ട് ഗുണമുണ്ട്, ശബ്ദവും സ്പർശവും. ഏട്ടന് മലയാളം മാത്രമേ അറിയുള്ളൂ, അനുജന് മലയാളവും അറിയാം, ഇംഗ്ലീഷും അറിയാം. അടുത്ത ആൾക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടി. അടുത്തത് എന്താണ്ടായത്? രൂപതന്മാത്ര ഉണ്ടായി. അതിനുശേഷമാണ് അഗ്നി. അപ്പം മൂന്നാമൻ അഗ്നി. അഗ്നിക്ക് തൻ്റേതായിട്ടുള്ള തന്മാത്ര രൂപം, തൻ്റെ ഗുണം, തനി ഗുണം രൂപം. അത് മൂത്ത ഏട്ടന്മാർക്കില്ല, ഇത് തനിക്കായിട്ടുണ്ടായതാണ്. പക്ഷെ ഏട്ടന്മാരുടെ രണ്ട് ഗുണങ്ങൾ സ്പർശവും ശബ്ദവും ആകാശത്തിൻ്റെയും വായുവിൻ്റെയും സഹായം കൊണ്ട് അഗ്നിയിൽ എന്തുണ്ട്? മൂന്ന് ഗുണങ്ങളുണ്ട്: ശബ്ദം, സ്പർശം, രൂപം. പിന്നീടുണ്ടായതാണ് രസതന്മാത്രയും ജലവും. അപ്പൊ ജലത്തിന് തൻ്റേതായിട്ടുള്ള തന്മാത്ര രസമാണ്, ഗുണം ജലത്തിൻ്റെ ഗുണം രസമാണ്. മൂത്ത ഏട്ടന്മാരുടെ ചെറിയ ചെറിയ അംശങ്ങൾ ഇങ്ങേർക്ക് പകർന്നു കിട്ടി. അപ്പോൾ ജലത്തിൽ എന്തുണ്ട്? ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്. 4 ഗുണം. അഞ്ചാമനായിട്ടുള്ള പൃഥ്വി അല്ലെങ്കിൽ ഭൂമി തത്വത്തിന് സ്പെഷ്യലായിട്ടുണ്ടായത് ഗന്ധം. അത് മൂത്ത ഏട്ടന്മാർക്ക് 4 ആൾക്കും കൊടുത്തിട്ടില്ല, തനിക്ക് മാത്രമുള്ള സ്പെഷ്യലാണ് ഗന്ധം. എന്നാൽ ഏട്ടന്മാരുടെ നിന്ന് ഓരോ ചെറിയ ചെറിയ പങ്ക് മൂപ്പര് പറ്റിച്ചെടുത്തു, കൂടെ ചേർന്ന് അങ്ങോട്ട് കെഞ്ചി അങ്ങോട്ട് മേടിച്ചെടുത്തു. ഏട്ടാ എനിക്കും കൂടി തരണം കേട്ടോ എന്ന് പറഞ്ഞ് ശബ്ദ, സ്പർശ, രൂപ, രസങ്ങൾ
പൃഥ്വിക്ക് ഏട്ടന്മാരിൽ നിന്ന് കിട്ടി സ്വന്തമായിട്ടുള്ള ഗുണം ഗന്ധവും. അപ്പോൾ പൃഥ്വി തത്വം വരുമ്പോഴേക്കും 5 ഭൂതങ്ങളുടെയും ഗുണങ്ങളുണ്ട്. ജലത്തിൽ 4 ഭൂതങ്ങളുടെ ഗുണമേ ഉള്ളൂ, അഗ്നിയിൽ 3 ഗുണങ്ങളേ ഉള്ളൂ, വായുവിൽ 2 ഗുണങ്ങളേ ഉള്ളൂ, ആകാശത്തിൽ 1 ഉള്ളൂ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. എന്തൊക്കെയാണ്? ഭൂതാനാം നവ ആദീനാം യത് യത് ഭവ്യ അവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ. പരന്മാരുമായി ഏട്ടന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് സംഖ്യക്കനുസരിച്ച് ഗുണങ്ങൾ അറിയുന്നു, ഗുണങ്ങൾ വന്നു ചേർന്നു എന്നർത്ഥം. ഏതേ ദേവാ കലാ വിഷ്ണോ കാലമായാംശലിംഗിനഃ നാനാത്വാത് സക്രിയാനീശാഃ പ്രോജുഃ പ്രാഞ്ജലയോ വിഭും. ഏതേ ദേവാഃ കലാഃ വിഷ്ണോഃ കാലമായാംശലിംഗിനഃ. ഇവരെയൊക്കെ മൊത്തത്തിൽ ദേവന്മാരെന്ന് വിളിക്കുകയാണ്. ആരെയൊക്കെ? ഈ ആകാശാദി പഞ്ചഭൂതങ്ങളെയും ശബ്ദാദി ഇതിനെയൊക്കെ ദേവന്മാരെന്ന് വിളിക്കുകയാണ് മൊത്തത്തിൽ. ഏതേ ദേവാഹ, ഇവരൊക്കെ പ്രകാശിച്ചവരാണ്, പ്രകാശമുള്ളത് കൊണ്ട് ദേവന്മാര്. അവ ഏതേ, ഇവരെല്ലാം പ്രകാശസ്വരൂപങ്ങളായിട്ടുള്ളത്. വിഷ്ണോഹോ കലാഹ, വിഷ്ണുവിൻ്റെ അംശങ്ങളാകുന്നു, കലകളാകുന്നു. കാലമായ അംശലിംഗിനഃ, കാലവും മായയും ജീവാംശവും ഛിന്നം ഉള്ളവരാണ്, അടയാളമുള്ളവരാണ്. വിഷ്ണുവിൻ്റെ കാലമായ അംശലിംഗങ്ങളോട് കൂടിയ ആളുകളാണ് ഈ പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങളൊക്കെ തന്നെ. ഏതേ ദേവാഹ വിഷ്ണോഹോ കലാഹ, വിഷ്ണുവിൻ്റെ അംശം. കല എന്നത് ഇവിടെ അംശം എന്നർത്ഥം. ഇവര് നാനാത്വാത്, നാനാത്വം വേറെ വേറെ ആയതുകൊണ്ട്, തനിത്തനിയെ നിന്നതുകൊണ്ട്, സ്വക്രിയ അനീശാഹ, അവരവരുടേതായിട്ടുള്ള ക്രിയകളിൽ അനീശന്മാരായിരുന്നു, ഈശ്വരന്മാരായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആകാശം തനിയെ നിന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വായു തനിയെ നിന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അഗ്നിയും ജലവും പൃഥ്വിയും തനിത്തനിയെ നിന്നു, ഒന്നും കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഉണ്ടായിട്ടുള്ള എന്താ പറയുക, വൈകാരികവും തൈജസവുമായിട്ടുള്ള അഹങ്കാരങ്ങളിൽ നിന്നുണ്ടായ അന്ധകരണങ്ങളും അതിൻ്റെ ദേവതകളും അതുപോലെ രാജസത്തിൽ നിന്നുണ്ടായ 10 ഇന്ദ്രിയങ്ങളും ഇവരൊക്കെ ദേവന്മാരെന്ന് വിളിക്കാം. അപ്പോൾ ഈ തത്വങ്ങളെ തന്നെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ സൃഷ്ടിയിൽ, പ്രപഞ്ച സൃഷ്ടിയിൽ ഇപ്പോൾ ഈ ഉണ്ടായി തീർന്നതിനെയാണ് തത്വങ്ങൾ എന്ന് പറയുന്നത്. തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോ മെറ്റീരിയൽസ് റെഡിയായി, പക്ഷേ ഒക്കെ അതാത് ഷോപ്പിലിരിക്കുകയാണ്. അവർ ഒന്നിച്ചു കൂടിയിട്ടില്ല. ഇത് കൂട്ടാൻ ഒരു കോർഡിനേറ്റർ വേണം, ഒരു കോൺട്രാക്ടർ വേണം, ഒരു എഞ്ചിനീയർ വേണം, പണിയെടുക്കാൻ മേസന്മാർ വേണം, അല്ലേ? പാറക്കല്ല് ക്വാറിയിൽ കിടപ്പുണ്ട്, അതിന് പൊടിച്ചതായിട്ടുള്ള മെറ്റൽ 3/4 ഇഞ്ച് 1.5 ഇഞ്ച് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള മെറ്റലുകൾ ക്രഷറിൽ കിടപ്പുണ്ട്. ബ്രിക്സ് ചൂളയിൽ കിടപ്പുണ്ട്, സിമന്റ് ഫാക്ടറിയിൽ കിടപ്പുണ്ട്, മണല് പുഴയിൽ കിടപ്പുണ്ട്, പണിക്കാർ അവരവരുടെ വീട്ടിൽ കിടപ്പുണ്ട്, വെള്ളം എവിടെയെങ്കിലും ജലാശയത്തിൽ കിടപ്പുണ്ട്, വാഹനങ്ങൾ ഓരോ ഭാഗത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടവർ. ഇതൊക്കെ അവിടെ ഇരുന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാകുമോ, ഒരു സൃഷ്ടി നടക്കുമോ? ഇല്ല. അപ്പം ഇതിനെയൊക്കെ ആരെങ്കിലും കൂട്ടിച്ചേർക്കണം. അപ്പോൾ സിമന്റ് ഫാക്ടറിയിലുള്ള സിമന്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു സൃഷ്ടിക്ക് ഉപയോഗിക്കണേ. ഞാൻ ജനിച്ചത് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജന്മം വൃഥാവിലായി പോകുമല്ലോ എന്ന് സിമന്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. പാറമടയിലെ പാറ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുപോയിട്ട് കെട്ടിടങ്ങളുടെ അടിയിൽ കൊണ്ടുപോയിട്ട് അടിത്തറ പാവാനായിക്കൊണ്ട്, ബേസ്മെന്റ് ഉണ്ടാക്കാനായിക്കൊണ്ട് എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ. അപ്പോൾ മറ്റ് 1.5 ഇഞ്ച് മെറ്റൽ പറയുണ്ടാവും. എന്നെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ. 3/4 ഇഞ്ച് മെറ്റൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നെ ആരെങ്കിലും കൊണ്ടുപോയി കോൺക്രീറ്റിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ, RCCക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ.
ബ്രിക്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ചുമര് പണിഞ്ഞിരുന്നെങ്കിൽ, മണൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നെ കൊണ്ടുപോയിട്ട് ഇതിലെല്ലാം കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് തനിത്തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഒന്ന് ഒരു സൃഷ്ടിക്ക് ഉതകുന്ന രീതിയിലാക്കി ഞങ്ങളുടെ ജന്മം സഫലമാക്കാൻ, ഞങ്ങളൊക്കെ ആരാധ്യരായി തീരാൻ, അതിന് ഈശ്വരൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പോലെ. ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞ് നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദൃഷ്ടാന്തത്തിൻ്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് കളയുക. ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ദൃഷ്ടാന്തം. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ 3 അഹങ്കാരങ്ങളിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, 4 അന്ധക്കരണങ്ങൾ, ഇതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അല്ല അത് പറഞ്ഞു കഴിഞ്ഞു, 10 ഇന്ദ്രിയങ്ങൾ പറഞ്ഞു, 5 ഭൂതങ്ങൾ, 5 തന്മാത്രകൾ, ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും സാധിക്കില്ല. അപ്പൊ ഇവരെ സംയോജിപ്പിക്കുവാനായിക്കൊണ്ട്, ഈശ്വര അനുഗ്രഹത്തിനായിക്കൊണ്ട് ഇവര് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പ്രോജുഃ പ്രാഞ്ജലയോ വിഭും. പ്രാഞ്ജലയ അഞ്ജലി കൂപ്പിക്കൊണ്ട്, വിഭും പ്രോജുഹു. വിഭു ആരാ? വിഭു സർവശക്തനായ ഭഗവാനോട്. പ്രോജുഹു പ്രകർഷേണ ഊജുഹു. എല്ലാവരും കൂടി നന്നായി പറഞ്ഞു, പ്രാർത്ഥിച്ചു. കാരണം ഇപ്പൊ സ്വക്രിയ അനീശാഹ, സ്വന്തം പ്രവൃത്തികൾക്ക് ഒന്നിനും ശക്തിയില്ലാത്തവരായിരുന്നു അവര്. ഇവരെ ഉപയോഗിക്കാനുള്ള ആള് ഭഗവാനാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകുമ്പോഴേ ഇവർക്കെല്ലാം കൂടിച്ചേർന്ന് ഈ ബ്രഹ്മാണ്ഡ നിർമ്മിതി സാധിക്കുള്ളൂ. അതുവരെ ബ്രഹ്മാണ്ഡമാകുന്നില്ല, വെറും റോ മെറ്റീരിയൽസ് ആയിട്ട്, തത്വങ്ങളായിട്ടിരിക്കുകയാണ്. ഈ തത്വങ്ങൾ കൂടിച്ചേർന്ന് പരിണമിച്ച് ഉണ്ടാകുന്നതാണ് ഈ ബ്രഹ്മാണ്ഡത്തിലെ നാനാ ചരാചരങ്ങൾ. അപ്പൊ ഈ ചരാചരങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൂടിച്ചേരണം. പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ഇവിടെ സംഭവിക്കണം. ആ കോമ്പിനേഷൻസ് ഈശ്വരന്റെ വില്ലാണ്, ഈശ്വരന്റെ ഇച്ഛയാണ്. ആ ഈശ്വരേച്ഛ പ്രവർത്തിക്കാനായിക്കൊണ്ട് ഇവരെല്ലാവരും കൂടി കൈകൂപ്പി തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രോജുഹു പ്രാഞ്ജലയോ വിഭും. അങ്ങനെയുള്ള ആ ദേവന്മാരുടെ ഒരു സൂക്തം, ഒരു സ്തുതിയാണ് അടുത്തത് ഈ അധ്യായത്തിന്റെ അവസാനം വരെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഐകമത്യ സൂക്തം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഐകമത്യ സൂക്തം. എല്ലാവരും ഏകമതിയോടുകൂടെ ഒരു സൃഷ്ടിക്കായിക്കൊണ്ട്, ഒരു നന്മയ്ക്കായിക്കൊണ്ട് എല്ലാവരും കൂടി ഒരേ ബുദ്ധിയോടുകൂടെ പ്രാർത്ഥിച്ചു. ഈ സൂക്തം നമ്മൾ പഠിച്ച ദിവസവും ചൊല്ലിയാലോ എല്ലായിടത്തും ഐക്യം ഉണ്ടാവും. ഇംഗ്ലീഷ് IQ അല്ല, ഐക്യം. സംസ്കൃതത്തിലും മലയാളത്തിലുള്ള ഐക്യം ഉണ്ടാവും. അപ്പൊ കുടുംബത്തിൽ ഐക്യം വേണോ? സമൂഹത്തിൽ ഐക്യം വേണോ? ഹിന്ദു സമൂഹത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഐക്യം വേണോ? ഭാരതദേശത്തിലെ ഭാരതവാസികൾക്കെല്ലാം ഐക്യം വേണോ? ലോകത്തിലെല്ലാവർക്കും ഐക്യം വേണോ? ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ മതി. എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ഈ ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ലോകം സ്വർഗം തന്നെ. ഇവിടെ ഐക്യമില്ലായ്മയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നമുക്ക് ഐക്യത്തിനായിക്കൊണ്ട് ഈ സൂക്തത്തെ സ്തുതിക്കാം. ദേവന്മാർ സ്തുതിച്ച സ്തുതി. ദേവാ ഊജുഹു നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാഭോപശമാദപത്രം യന്മൂലകേദായതയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുക്ഷിപന്തി. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാഭോപശമാദപത്രം യന്മൂലകേദായതയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുക്ഷിപന്തി. എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. നമാമാ. നമാമ എന്ന് പറയുമ്പോൾ തന്നെ വയം നമാമ, ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ്. ഇപ്പൊ ബഹുവചനത്തില്
എല്ലാവരും കൂടി ഐക്യത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. വയം നമാമ, ഞങ്ങൾ നമസ്കരിക്കുന്നു. ഹേ ദേവാ തേ പദാരവിന്ദം, അല്ലയോ ദേവ, ഞങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനും ഞങ്ങളെയെല്ലാം ഇനി ഏകോപിപ്പിക്കാൻ പോകുന്നവനും ഞങ്ങളെ കൊണ്ട് ഈ ഭുവന സൃഷ്ടി, ബ്രഹ്മാണ്ഡ സൃഷ്ടി നടത്തുന്നവനുമായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളെ ചെയ്യുന്ന ക്രീഡിക്കുന്നവനെ, ചൈതന്യസ്വരൂപനായ ഹേ ദേവ പരമാത്മൻ, തേ പദാരവിന്ദം വയം നമാമ, അങ്ങയുടെ പാദാരവിന്ദത്തെ ഞങ്ങളിതാ എല്ലാവരുമായി നമസ്കരിക്കുന്നു. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പദാരവിന്ദം? പ്രപന്ന താപ ഉപശമ ആതപത്രം. ഭഗവാന്റെ പദാരവിന്ദത്തെ വിശേഷിപ്പിച്ചതാണ് പ്രപന്ന താപ ഉപശമ ആതപത്രം. ആതപത്രം എന്ന് പറഞ്ഞാൽ കുട. ആതപാത് ത്രായതേ ഇതി ആതപത്രം. ചൂടിൽ നിന്ന് വെയിലിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് കൊണ്ട് ആതപത്രം, ഛത്രം, കുട. എന്തിൻ്റെ ആതപത്രമാണിത്? താപ ഉപശമം, താപത്തെ ഉപശമിപ്പിക്കുന്നത്. ആരുടെ താപത്തെ? പ്രപന്നന്മാരുടെ, പ്രകർഷേണ ശരണം പ്രാപിച്ചവരുടെ താപത്തെ ഉപശമിപ്പിക്കുന്ന കുടയാണ് എന്ത്? ഭഗവാന്റെ പാദം. നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ആരുടെ കാല് പിടിച്ചാലാണോ നമ്മുടെ താപം ശമിക്കുക? കുടയുടെ കാല് പിടിക്കണം, അല്ലേ? കുടയുടെ കാല് പിടിച്ചാൽ കുട നമ്മുടെ താപത്തെ ശമിപ്പിക്കും. അതുപോലെ ഇവിടെ ഭഗവാന്റെ കാലും ഒരു കുടയാണ്, നമ്മുടെ താപത്തെ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള ഒരു കുടയാണ് ഭഗവാന്റെ പാദം. നമ്മുടെ താപത്തെ, സംസാര ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നു. പ്രപന്നന്മാരുടെ താപത്തെ ഉപശമിപ്പിക്കുന്ന ആതപത്രമായ തേ പദാരവിന്ദം ഹേ ദേവ വയം നമാമ, ഞങ്ങൾ നമസ്കരിക്കുന്നു. എന്നിട്ട് ആ പാദത്തിന്റെ മഹിമയെ പറയണം. എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? എന്തുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നു? യന്മൂലകേതായതയോ അഞ്ജസാ ഉരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. യന്മൂലകേതാഹ, യാതൊന്നിന്റെ മൂലം ഖേദനമാക്കിയവർ. ഖേദനം വാസസ്ഥാനം. അപ്പൊ ഏതൊരു ഭഗവാന്റെ പദാരവിന്ദം അല്ലെങ്കിൽ ആ കുട പോലെ തണുപ്പ് കൊടുക്കുന്ന, ചൂടാറ്റി കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ പാദത്തെ, മൂലത്തെ ഖേദനമാക്കിയവർ, വാസസ്ഥാനമാക്കിയവർ. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചവരായ യതയഃ, യതികൾ, യോഗികൾ, ഉരു സംസാര ദുഃഖം, അവരുടെ ബഹുവായ സംസാര ദുഃഖങ്ങളെ, മഹത്തായ സംസാര ദുഃഖങ്ങളെ അഞ്ജസ ബഹിഹി ഉക്ഷിപന്തി. അഞ്ജസ, എളുപ്പത്തിൽ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണു? ബഹിഹി, പുറത്തേക്ക്, ഉക്ഷിപന്തി, വലിച്ചെറിയുന്നു, തള്ളിക്കളയുന്നു. അപ്പൊ ഭഗവാന്റെ ആ പാദമൂലത്തെ ആശ്രയിച്ച യോഗീശ്വരന്മാർ അവരുടെ സംസാര ദുഃഖങ്ങളെ ദൂരേക്ക് വലിച്ചെറിയുന്നു. അവർ സംസാര ദുഃഖങ്ങളിൽ നിന്ന് എന്നേക്കും മുക്തരായിത്തീരുന്നു. അതുകൊണ്ട് ഞങ്ങളും അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു. അത് ആശ്രിതർക്ക് അവരുടെ താപത്തെ ഉപശമിപ്പിക്കുന്ന കുടയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ആശയം. അത് എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നാണ് ബാക്കി പറഞ്ഞത്. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാദപത്രം യന്മൂലകേതായതയോഞ്ജസോരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. ഇപ്പൊ ഇവിടെ കുടയോട് ഭഗവാന്റെ പാദത്തെ ഉപമിച്ചതിൽ വേറെ പല അർത്ഥങ്ങൾ നമുക്ക് ഭാവന ചെയ്യാം. കുട രാഗദ്വേഷമുള്ളൊരു വസ്തുവല്ല. ആര് കാല് പിടിച്ചാലും അഭയം കൊടുക്കുന്നതാണ്. ആർക്കും കുടയുടെ കാല് പിടിക്കാം. ആര് പിടിച്ചോ അവർക്ക് അഭയം. അതുപോലെയാണ് ഭഗവാന്റെ പാദങ്ങളും. ഭഗവാന് രാഗദ്വേഷങ്ങളില്ല. ആര് പിടിക്കുന്നോ അവർക്ക് അവരുടെ സംസാര ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നു. ഇനി കുട പിടിക്കാത്തവർക്ക് കുടയുടെ പ്രയോജനം കിട്ടുമോ? ഇല്ല താനും. കുടയുടെ കീഴിൽ നിന്നാൽ പ്രയോജനം. കുടയുടെ കാല് പിടിച്ചാൽ കാല് പിടിച്ചവർക്ക് മാത്രം പ്രയോജനം. ഇതുപോലെ തന്നെയാണ് ഭഗവാനെ ആശ്രയിച്ചവർക്ക് മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം ഭഗവാൻ പക്ഷപാതിയാണെന്നല്ല. കുട പക്ഷപാതിയാണോ?
കുട പക്ഷപാതിയാണെങ്കിൽ ഭഗവാനും പക്ഷപാതിയാണ്. കുടയ്ക്ക് പാവം എന്തെങ്കിലും പക്ഷപാതം ഉണ്ടോ? കുട പറയും, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ കാല് പിടിച്ചോളൂ, ഞാൻ നിങ്ങൾക്കും തണുപ്പ് തരാലോ. നിങ്ങൾ ദൂരെ നിന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് തണുപ്പ് വേണോ, എൻ്റെ കാല് പിടിച്ചോളൂ. ഇത് ന്യായമല്ലേ കുട പറയുന്നത്? പക്ഷപാതമാണോ? അത് ആർക്കും പിടിക്കാം. ഏത് അസുരന്മാർക്കും പിടിക്കാം, രാക്ഷസന്മാർക്കും പിടിക്കാം, മനുഷ്യന്മാർക്കും പിടിക്കാം, ദേവന്മാർക്കും പിടിക്കാം. ആര് പിടിച്ചാലും കുടയുടെ കാല് പിടിച്ചാൽ അവർക്കൊക്കെ അഭയം കൊടുക്കും. അതുപോലെയാണ് ഭഗവാന്റെ പാദങ്ങൾ. അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ കുടയോട് ഉപമിച്ചു. ബുദ്ധിയുള്ളവർ ഭഗവാനെ ചീത്ത വിളിക്കാതെ ആശ്രയിക്കുക ഭഗവാന്റെ പാദങ്ങളെ. അടുത്ത ശ്ലോകം. ഋതേയതസ്മിൻ ഭവ ഈശ ജീവാഃ താപത്രയേണാഭിഹതാന ശർമ്മ ആത്മൻ ലഭന്തേ ഭഗവന്തവാംഗ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ. അവിടെ ഒരു പാഠഭേദമുണ്ട്. ദാദർയതസ്മിൻ ഭവ ഈശ ജീവാത് താപത്രയേണാഭിഹതാന ശർമ്മ ആത്മൻ ലഭന്തേ ഭഗവന്തവാംഗ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ. ദാദഹ എന്ന് പറയുമ്പോൾ ഒരു ഭഗവാനെ സംബോധന ചെയ്യണ, അല്ലയോ ധാതാവേ, വിധാതാവേ എന്ന്. ആ സംബോധന ഇല്ലാതെ ഋതേ എന്നുള്ള പ്രയോജനം ചെയ്താൽ, എന്ന വാക്കുപയോഗിച്ചാൽ, ഇത് കൂടാതെ, ഇത് ചെയ്യാതെ എന്നർത്ഥത്തിലാണ് ഋതേ. വിനാ എന്നുള്ള അർത്ഥമാണ് ഋതേ എന്നുള്ളത്. അവിടെ നോക്കാം, നമുക്ക് അന്വയിച്ച് നോക്കാം. ഹേ ഈശ എന്നും കൂടി ഒന്നാമത്തെ വരിയിൽ സംബോധനയുണ്ട്. അല്ലയോ ഈശ, എല്ലാറ്റിൻ്റെയും നിയന്താവായിരിക്കുന്നവനെ, ഈശ്വര, സ്വതന്ത്രനായിരിക്കുന്നവനെ. ഇത് അസ്മിൻ ഭവേ. അസ്മിൻ ഭവേ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ താപത്രയേണ അഭിഹതാഹ ജീവാഹ, താപത്രയത്താൽ ബാധിക്കപ്പെട്ടവരായ ജീവന്മാർ, ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെയുള്ളതായിട്ടുള്ള 3 തരത്തിലുള്ളതായിട്ടുള്ള താപങ്ങളാൽ ബാധിക്കപ്പെട്ടവരായിട്ടുള്ള ജീവാത്മാക്കൾ. അസ്മിൻ ഭവേ താപത്രയേണ അഭിഹതാഹ ജീവാഹ ആത്മൻ ശർമ്മ യത് ഹൃദയേന ലഭന്തേ എന്നവിടെ ചേർക്കുമ്പോഴാണ് അർത്ഥം കൂടുതൽ വ്യക്തമാകുന്നത്. ആത്മൻ എന്ന് പറഞ്ഞാൽ തന്നിൽ, ആത്മനി എന്നുള്ള അർത്ഥത്തിലാണ് ആത്മൻ. തന്നിൽ ശർമ്മ, ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖം. ഏത് ഹൃദയേന ലഭന്തേ, ഏത് ഹൃദയം എന്ന് പറഞ്ഞാൽ ഏതൊന്നു കൂടാതെ ലഭിക്കുന്നില്ല. ഏതൊന്നു കൂടാതെ എന്ന് പറഞ്ഞാലോ, ആ ഭഗവാന്റെ പാദാരവിന്ദത്തെ ആശ്രയിക്കാതെ, ഭഗവാന്റെ പാദാരവിന്ദത്തെ ആശ്രയിക്കാതെ ജീവാത്മാക്കൾക്ക് ഈ സംസാരത്തിൽ ഒരു സുഖം ലഭിക്കാൻ പോകുന്നില്ല. അതഃ സവിദ്യാം തവ അംഗ്രിച്ഛായാം ആശ്രയേമ. ഹേ ഭഗവൻ. ഭഗവൻ എന്ന് സംബോധനയുണ്ട് മൂന്നാമത്തെ വരിയില്. ഹേ ഭഗവൻ, അല്ലയോ ജ്ഞാനാദി പരിപൂർണനായവനെ, ഐശ്വര്യാദികളോട് കൂടിയവനെ, ഭഗവൻ തവ അംഗ്രിച്ഛായാം, അങ്ങയുടെ പാദനിഴലിനെ, പാദത്തിന്റെ കുടയായതുകൊണ്ട് അതിൻ്റെ നിഴല് ഛായ, ആ ഛായയെ സവിദ്യ, വിദ്യയോട് ചേർന്നിരിക്കുന്നതാണ് ഭഗവാന്റെ അംഗ്രിച്ഛായ, ജ്ഞാനത്തോടു കൂടിയത്. അങ്ങയുടെ അംഗ്രിച്ഛായയെ വയം ആശ്രയേമ, ഞങ്ങള് ആശ്രയിക്കുന്നു എന്നാണ്. ആ നിഴലിനെ, അങ്ങയുടെ പാദമാകുന്ന കുടയുടെ നിഴലിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കാരണം അതില്ലാതെ, അതിനെ ആശ്രയിക്കാതെ ജീവാത്മാക്കൾക്ക് സുഖം ലഭിക്കാൻ പോകുന്നില്ല. അപ്പം അവിടെ ദാദർ എന്നുള്ള സംബോധനയേക്കാൾ ഋതേ എന്നുള്ളതായിട്ടുള്ളൊരു പ്രയോഗം കൂടുതൽ വ്യക്തത നൽകും. അല്ലെങ്കിൽ നമ്മൾ ഋതേ എവിടുന്നെങ്കിലും കൊണ്ടുവന്നിവിടെ പോസ്റ്റ് ചെയ്യണം, ഇതിൽ ഫില്ല് ചെയ്യണം. ചെയ്യാവുന്നതാണ്, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ സംസ്കൃത ഭാഷയിലുണ്ട്. ഏതെങ്കിലും വാക്കുകൾ അവിടെ കുറവുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുവന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേർക്കാം. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ഋതേ എന്ന് പാഠഭേദം ഉണ്ട്. അപ്പോൾ ആ പാഠഭേദം ഉപയോഗിക്കാവുന്നതാണ്.
ദാദർ എന്നുള്ളത് വെറൊരു സംബോധനയാണ് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ഈശ, ഭഗവൻ എന്നുള്ള 2 സംബോധന ഓൾറെഡി ഉണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ദാദർ എന്നുകൂടി ഒരു സംബോധന കൂട്ടിയതുകൊണ്ട് മധുരം കൂടുകയുള്ളൂ. പക്ഷെ അർത്ഥം വ്യക്തമാവണമെങ്കിൽ ഹൃദയ എന്നുള്ളതാണ് ഉത്തമം എന്ന് തോന്നുന്നു. ഹൃദയദസ്മിൻ ഭവ ഈശ ജീവാഃ താപത്രയേണാഭിഹദാന ശർമ്മ ആത്മൻ ലഭന്തേ ഭഗവന്തവാംഘ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ. അപ്പോൾ അസ്മിൻ ഭവേ, അസ്മിൻ ഭവ എന്നുള്ളത് ഭവേ എന്നതാണ്, ലോപിച്ചതാണ് ഭവ എന്നായി മാറും. കാരണം ഈശ എന്നുള്ള ഈ എന്ന സ്വരാക്ഷരം പിന്നാലെ വരുന്നത് കൊണ്ട് ഭവേ എന്നുള്ളത് ഏകാരം ലോപിച്ചു പോയി ഭവ എന്ന് മാത്രമായി മാറി. ഇവിടെ ഭവേ എന്ന് പിരിക്കുമ്പോൾ എടുക്കണം. അസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ ജീവന്മാർ താപത്രയേണ അഭിഹതാഹ, ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവീകങ്ങളായ താപത്രയങ്ങളാൽ ബാധിക്കപ്പെട്ടവരായിട്ട് ഒരിക്കലും ആശ്വാസം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിദ്യയോടുകൂടി അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചാൽ, ആ നിഴലിനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശർമ്മ ലഭിക്കും, മംഗളം, സുഖം ലഭിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രാപിക്കുന്നു എന്ന് 2 രീതിയിൽ അന്വയ വ്യതിരേകേണ സത്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ സത്യമായ സ്വരൂപത്തെ ആശ്രയിക്കുക. സത്യം പരം ധീമഹി, അത് തന്നെയാണ് സത്യം പരം ധീമഹി. ഞങ്ങൾ സത്യസ്വരൂപനായ അങ്ങയെ ആശ്രയിക്കുന്നു. ഹൃദയദസ്മിൻ ഭവ ഈശ ജീവാഃ താപത്രയേണാവിഹതാന ശർമ്മ ആത്മൻ ലഭന്തേ ഭഗവന്തവാംഘ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ. മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുവർണൈർഋഷയോ വിവിക്തേ യസ്യാഗമർഷോദസരിദ്വരായാഃ പദം പദം തീർത്ഥപദഃ പ്രപന്നാഃ. മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുവർണൈർഋഷയോ വിവിക്തേ യസ്യാഗമർഷോദസരിദ്വരായാഃ പദം പദം തീർത്ഥപദഃ പ്രപന്നാഃ. ഇവിടെ ഭഗവാന്റെ തത്വമറിയാൻ, ഭഗവാനെ അറിയാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ അത് വേദങ്ങളെ പിന്തുടരുക. വേദം ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. അതാണ് ഇവിടുത്തെ സൂചന. ഋഷയഃ വിവിക്തേ തേ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ യത് മാർഗന്തി. ഭഗവാന്റെ പാദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാർഗന്തി യത് തേ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈർ ഋഷയോ വിവിക്തേ. ഋഷയഃ എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാർ, സത്യാന്വേഷികൾ, മനനശീലന്മാരായ മുനികൾ, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായതുകൊണ്ടാണ് അവരെ ഋഷി എന്ന് വിളിക്കുന്നത്. ഒരർത്ഥത്തിൽ ഋച്ഛതി എന്ന് പറഞ്ഞാൽ, ഋച്ഛ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഋഷി ശബ്ദം. ഋച്ഛതി എന്നുള്ളതിന് അടതി എന്ന് പറഞ്ഞാൽ സഞ്ചാരം ചെയ്യുന്നവർ എന്നർത്ഥം. ഇവിടെ എന്ത് സഞ്ചാരമാണ്? ഇവിടെ സത്യാന്വേഷണമാകുന്ന സഞ്ചാരം. പൊരുളിനെ അന്വേഷിക്കുകയാണ് അവർ, ഈ പ്രപഞ്ചത്തിന്റെ പരമമായ സാരത്തെ അന്വേഷിക്കുന്നവർ. അതുകൊണ്ട് ഋഷി എന്ന ശബ്ദത്തിന് പ്രാപിച്ചവർ എന്നും അർത്ഥമുണ്ട്. എന്തിനെ പ്രാപിച്ചവർ? സത്യത്തെ പ്രാപിച്ചവർ, സത്യമറിഞ്ഞവർ. അപ്പോ ഋഷയഃ വിവിക്തേ, വിവിക്തേ എന്ന് പറഞ്ഞാൽ ഏകാന്ത ദേശങ്ങളിൽ, വിജനങ്ങളായ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്താണോ മാർഗണം ചെയ്യുന്നത്, എവിടുന്ന്? തേ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ യത് മാർഗന്തി. തേ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ.
സുപർണങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, നല്ല ചിറകുള്ള പക്ഷികളൊക്കെ സുപർണങ്ങളാണ്. പ്രധാനമായിട്ടും ഗരുഡൻ സുപർണനാണ്. ഗരുഡന്റെ പര്യായം തന്നെയാണ് സുപർണൻ എന്നുള്ളത്. അപ്പൊ ഛന്ദസ് സുപർണൻ വേദങ്ങളാകുന്ന പക്ഷികളുടെ ഛന്ദസ് സുപർണൈഹി, അവരെവിടുന്ന് വരുന്നതാണ്? മുഖപത്മ നീടൈഹി. ആ പക്ഷികളുടെ കൂട് നീടം, അത് ഏതാണ്? ഭഗവാന്റെ മുഖപത്മ നീടം. ഭഗവാന്റെ മുഖപത്മം തന്നെയാണ് അതിൻ്റെ കൂട് എന്ന് വെച്ചാലോ ഉത്ഭവസ്ഥാനം എന്നർത്ഥം. ഭഗവാന്റെ വായിൽ നിന്ന് വന്നവയാണ് വേദങ്ങൾ. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളോ ഭഗവാന്റെ വചനങ്ങളോ ആണ് വേദങ്ങൾ. അപ്പൊ എവിടുന്ന് പുറപ്പെട്ടത്? ഭഗവാന്റെ വായാകുന്ന നീടത്തിൽ നിന്ന്, കൂടിൽ നിന്ന് പുറപ്പെട്ടവരാണ് ഈ വേദങ്ങളാകുന്ന പക്ഷികൾ, ഛന്ദസ്സുപർണന്മാർ. അപ്പൊ അവരുടെ പുറകെ യത് മാർഗന്തി, ഏതൊന്നിനെ തിരയുന്നുവോ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ പുറകെ പോയാൽ അവരുടെ കൂട്ടിലെത്തും നമ്മൾ. അവർ അവസാനം കൂട്ടിൽ പോയി ചേരും. വൈകുന്നേരം ഏത് പക്ഷി പോകുന്നതിൻ്റെയും പുറകെ പോയാൽ അത് അതിൻ്റെ കൂട്ടിൽ ചെന്ന് ചേക്കേറുന്നത് കാണാം. അതുപോലെ ഈ വേദമന്ത്രങ്ങൾ അതിൻ്റെ കൂട്ടിൽ ചെന്ന് കയറും. ഏതാ കൂട്? ഭഗവാൻ തന്നെയാ. ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചത് ഭഗവാനിലേക്ക് തന്നെ ചെല്ലും. അപ്പൊ ഭഗവാനെ കാണാനുള്ള വഴി ഏതാ? വേദമന്ത്രങ്ങളുടെ പുറകെ പോവുക. അതാണ് ഇവിടെ സൂചന. പക്ഷികളുടെ പുറകെ പോയാൽ അതിൻ്റെ കൂട് കണ്ടുപിടിക്കാം എന്നതുപോലെ വേദമന്ത്രങ്ങളെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉറവിടമായ ഭഗവാനെ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ആ ഭഗവാനെ തീർത്ഥപദ യസ്യ പദം അകമർഷ ഉദസരിദ്വരായാ പദം തൽ പ്രപന്നാഹ. തീർത്ഥപദ, ഭഗവാന്റെ പാദം പരിശുദ്ധമായതാണ്, തീർത്ഥമാണ്. അപ്പൊ തീർത്ഥപദമായിരിക്കുന്ന യസ്യ പദം, ഏതൊരുവന്റെ പാദം, പാദകമലം, അകമർഷ ഉദസരിദ്വരായാഹ. അകമർഷം എന്ന് പറഞ്ഞാൽ പാപത്തെ കഴുകിക്കളയുന്നത്. ഉദഹ എന്ന് പറഞ്ഞാൽ ജലം, ഉദകം. സരിദ്വരം എന്ന് പറഞ്ഞാൽ സരിദ്വര എന്ന് പറഞ്ഞാൽ, സരിദ്വര എന്ന് പറഞ്ഞാലോ ജലപ്രവാഹം, ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ സരിത്ത് എന്ന് വെച്ചാൽ ഗംഗാനദി. പാപത്തെ കഴുകിക്കളയുന്നതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠയായ ഗംഗാനദിയുടെ പദം. പദം എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം. ഗംഗാനദി ഉത്ഭവിച്ചത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ്. അതുകൊണ്ട് അതിന് വിഷ്ണുപതി എന്ന പേര്. അല്ലേ? ഭഗവാന്റെ പാദം കഴുകി ആര്? ബ്രഹ്മദേവൻ. എപ്പോൾ? ത്രിവിക്രമനായപ്പോൾ. വാമനൻ 2 പാദങ്ങളെ കൊണ്ട് ലോകങ്ങളെല്ലാം അളന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാദം ബ്രഹ്മലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലു ജലം കൊണ്ട് ഭഗവാന്റെ പാദത്തിൻ്റെ ഒരു പെരുവിരൽ മാത്രമേ കഴുകാൻ തികഞ്ഞുള്ളൂ. ആ പെരുവിരലിനെ കഴുകി. ആ വെള്ളമാണ് ഗംഗയായി മാറിയത്. അപ്പോൾ വിഷ്ണുപതിയാണ് ഗംഗ. അതുകൊണ്ടിവിടെ അകമർഷ ഉദസരിദ്വരായാഹ പദം, പാപങ്ങളെ കഴുകിക്കളയുന്ന ജലാശയമായ ആ പ്രവാഹമായ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ തത് പ്രപന്നാഹ, അതിനെ ശരണം പ്രാപിച്ചവരായിരിക്കുന്നു. ആര്? മഹാത്മാക്കളൊക്കെ. അപ്പോ ഭഗവാനെ കണ്ടെത്താനുള്ള വഴി വേദമാർഗമാണ്, വേദങ്ങളെ പിന്തുടരലാണെന്നും ആ ഭഗവാന്റെ പാദങ്ങൾ തീർത്ഥപാദങ്ങളാണെന്നും അതിനെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് സജ്ജനങ്ങൾ എല്ലാവരും അവരുടെ പാപങ്ങളെ കഴുകിക്കളയാൻ എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ പാദത്തെ അറിയാനുള്ളതായിട്ടുള്ള വഴി വേദങ്ങളെ പിന്തുടരുക. മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈർഋഷയോ വിവിക്തേ യസ്യാഗമർഷോദസരിദ്വരായാഃ പദം പദം തീർത്ഥപദഃ പ്രപന്നാഃ. ഋഷീശ്വരന്മാർ പോലും വേദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഏതൊരു ഭഗവാന്റെ പാദത്തെ തിരയുന്നുവോ, ഏതൊരു പാദമാണോ ആ പാപങ്ങളെ കഴുകിക്കളയുന്ന ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായിരിക്കുന്നത്, ആ പാദകമലങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പൂർവ്വശ്ലോകവുമായിട്ട് ഇതിനെ അന്വയിച്ച് അർത്ഥം ഉൾക്കൊള്ളണം. യത് ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ
സംമൃജ്യമാനേ ഹൃദയേവധാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാഃ വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം. യത്ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേവധാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാഃ വ്രജേമ തത്തേംഘ്രിസരോജപീഠം. ഇവിടെയും വീണ്ടും തത് അംഘ്രിസരോജപീഠം വയം വ്രജേമ. അങ്ങയുടെ ആ പാദകമല പീഠത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ പ്രാപിക്കുന്നു. വയം വ്രജേമ, ഞങ്ങൾ വ്രജിക്കുന്നു എന്ന പ്രാപിക്കുന്നു തന്നെയാണ്. അപ്പോൾ എന്തിനെ ആശ്രയിക്കുന്നു? തേ അംഘ്രിസരോജ പീഠം, അങ്ങയുടെ പാദകമലങ്ങളെ വെച്ചിരിക്കുന്ന പീഠത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ അംഘ്രിസരോജ പീഠം എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നു? യത് ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യ. ശ്രദ്ധയാ, വളരെ ശ്രദ്ധയോടെ, ശ്രുതവത്യാ ഭക്ത്യ. ശ്രുതവത്യ എന്ന് പറഞ്ഞാൽ ശ്രവണത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ഭക്തി. ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുന്തോറും ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അപ്പൊ ശ്രവണത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ഭക്തി കൊണ്ടും സംമൃജ്യമാനേ ഹൃദയേ, നന്നായി മാർജനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തിൽ. സമൃജ്യമാനം എന്ന് പറഞ്ഞാൽ സമ്യക്കായി മാർജനം ചെയ്യപ്പെട്ടത്. മാർജനം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക, അടിച്ചു വൃത്തിയാക്കപ്പെടുക, ശുദ്ധമാക്കപ്പെടുക. അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തിൽ ധീരാഹ യത് അവധാര്യ, ധീരന്മാർ ഏതൊന്നിനെ അവധാരണം ചെയ്തിട്ട് ധ്യാനിച്ചിട്ട്, ഇപ്പൊ വിവേകികളായിട്ടുള്ള ആളുകൾ ഏതൊന്നിനെ ധ്യാനിച്ചിട്ട് വൈരാഗ്യബലേന ജ്ഞാനേന, വൈരാഗ്യബലത്തോടു കൂടിയതായിട്ടുള്ള വൈരാഗ്യ നിമിത്തം ദൃഢമാക്കിയതായിട്ടുള്ള ജ്ഞാനം കൊണ്ട്, ആ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് ഉള്ളവരായി തീരുന്നുവോ, അങ്ങനെയുള്ളതേ അംഘ്രിസരോജപീഠം വയം വ്രജേമ. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഞങ്ങളും ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശ്രദ്ധയുള്ളവരാണ്, ഭക്തിയുള്ളവരാണ് അവരുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടുണ്ടാകുന്ന വൈരാഗ്യബലവും ജ്ഞാനവും കൊണ്ട് എന്താ പറയുക മഹാത്മാക്കളായിരിക്കുന്നുവോ അങ്ങനെയുള്ള അങ്ങയുടെ പാദകമലത്തെ ഞങ്ങളും ആശ്രയിക്കുന്നു. അവരെങ്ങനെയാണോ ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നത്, ജ്ഞാനികൾ ഈ മഹത്തായ അവസ്ഥയെ അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് അന്ധകരണ ശുദ്ധി വന്ന് ജ്ഞാനവുമുള്ളവരായി തീർന്നുവോ, അതേ പാദകമലത്തെ, അതിൻ്റെ പീഠത്തെ ഞങ്ങളും ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പം മുമ്പേ പോയവരാണ് ജ്ഞാനികൾ. അവർ നമുക്ക് വഴി കാണിച്ചു തരുന്നു. ഞങ്ങളും ആ ജ്ഞാനികളുടെ പുറകെ ഈ അജ്ഞാനികളായിട്ടുള്ള ഞങ്ങളും, ഈ വിഷയവാസനകളുള്ളവരായ ഞങ്ങളും ആ വൈരാഗികളെ പോലെ അങ്ങയുടെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുന്നു. യത് ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേവധാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാഃ വ്രജേമ തത്തേംഘ്രിസരോജപീഠം. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം. വീണ്ടും ഭഗവാന്റെ പാദങ്ങൾ എന്തിനു വേണ്ടി ആശ്രയിക്കുന്നു? അത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാന്റെ പാദം. അതിനെ ആശ്രയിച്ചാൽ നമ്മളെല്ലാം അനുഗ്രഹീതരായിത്തീരുന്നു. അതാണ് അവിടെ അല്ലയോ ഈശ വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ തേ പദാംബുജം സ്മൃതം സ്വപുംസാം അഭയം പ്രയച്ഛതി. അതുകൊണ്ട് സർവേ വയം ശരണം വ്രജേമ.
എന്തുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ശരണം പ്രാപിക്കുന്നത്? സർവേ വയം വയം സർവേ, ഞങ്ങളെല്ലാവരും ശരണം പ്രജേമ, ശരണത്തെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? തൻ്റെ പാദങ്ങളെ ആശ്രയിച്ചവർക്ക് അഭയം പ്രയച്ഛതി, അഭയത്തെ നൽകുന്നു. അപ്പൊ വിശ്വസ്യ, ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ തേ പദാംബുജം. ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, സംയമം അതിൻ്റെ ലയം. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനായിക്കൊണ്ട് കൃതാവതാരസ്യ തേ പദാംബുജം, ഭഗവാൻ അവതാരമെടുത്തവനാണ്. അങ്ങനെയുള്ള അങ്ങയുടെ പാദകമലത്തെ സ്മൃതം, സ്മരിച്ചാൽ സ്വപുംസാം അഭയം പ്രയച്ഛതി, തന്നെ ആശ്രയിച്ച, തന്നെ സ്മരിച്ച ഭക്തജനങ്ങൾക്ക് അഭയം നൽകുന്നതാണ് ഭഗവാന്റെ പാദം. അതുകൊണ്ട് ഞങ്ങളും ആ ഭഗവാന്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ സൃഷ്ടിയുടെ ആദിയിലാണ് ഈ പ്രാർത്ഥനയെങ്കിലും എവിടുന്നാണ് ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള അറിവ് കിട്ടിയത്? അത് പൂർവ ജന്മ സ്മരണ. അപ്പൊ മുമ്പും സൃഷ്ടി ഉണ്ടായിട്ടുണ്ട്. ആ മുമ്പത്തെ സൃഷ്ടിയിലും ഭഗവാൻ ഇതുപോലെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സ്മരണയാണ് അവർക്ക് ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇത് ആദ്യത്തെ സൃഷ്ടിയല്ല. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് മുമ്പിലത്തെ സൃഷ്ടിയിലുണ്ടായിരുന്ന ഭഗവാന്റെ അവതാര ലീലകൾ അനുസ്മരിക്കുന്നവർക്ക് ഭഗവാൻ അഭയം കൊടുത്തത് ഓർമ്മയിൽ നിന്ന് ഈ ദേവന്മാർ പറയുന്നു. ആ ഓർമ്മ പോലും ഭഗവാൻ കൊടുത്തതാണ്. ഈ സ്തുതിക്കാനുള്ള കഴിവും ഭഗവാൻ കൊടുത്തത് തന്നെയാണ്. അങ്ങനെ എല്ലാം ഭഗവാൻ കൊടുത്തത് തന്നെയാണ്. ആ ഭഗവാൻ കൊടുത്ത കഴിവുകളെ കൊണ്ട്, ഭഗവാൻ കൊടുത്ത ഓർമ്മ കൊണ്ട്, ഭഗവാൻ പൂർവകൽപ്പത്തിൽ ചെയ്തതായിട്ടുള്ള അനുഗ്രഹ ലീലകളെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചവർക്കൊക്കെ അങ്ങ് അഭയം കൊടുക്കുന്നു. അതുപോലെ സർവേ ഞങ്ങളും വയം ശരണം വ്രജേമ, അഭയത്തിനായിക്കൊണ്ട് അങ്ങയുടെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്നത് അങ്ങയുടെ ശീലമാണ്. ആ അനുഗ്രഹം ഞങ്ങൾക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളിപ്പോൾ ഈ തത്വങ്ങളായി വേറെ 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 നിൽക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ചു കൂടി ഞങ്ങളുടെ വാസനകളെ പ്രകടിപ്പിക്കുവാനും ക്ഷയിപ്പിക്കുവാനുമുള്ള അവസരം നൽകി അനുഗ്രഹിച്ചാലും. ഇതാണ് പ്രാർത്ഥനയുടെ ആശയം. അത് തുടർന്ന് വരുന്നുണ്ട്. ഇനിയും 8-9 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് നാളെ തുടരാം. നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഭാഗവതം നാളെ തുടരാം. വൈകിട്ട് നാരായണീയമുണ്ട്. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ.